ഒരു നാട്ടിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ കുറേ ആൾക്കാർ ആ പെണ്ണിൻ്റെ പുറകെ നടക്കുന്നുണ്ടാവും. ഓക്കെ. അവൾ ഏത് കോളേജിൽ ഏത് പഠിക്കുന്നത്, എത്ര ടൈമിൻ്റെ ബസ്സിലാണ് അവൾ പോകുന്നത്, എത്ര മണിക്ക് അവൾ തിരിച്ചു വരും എന്നൊക്കെ അവർക്ക് അറിയായിരിക്കും. ആ ഒരു കാലത്ത് അങ്ങനെ സിൻസിയറായിട്ട് പ്രണയത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നൊരു ഇതുണ്ടായിരുന്നു. ഈ ഓൺലി ഫാൻസ് മോഡൽസിനൊക്കെ സഹായിക്കുന്നത് അവരെ ബോയ് ഫ്രണ്ട്സാ. അതെ അതെ അതെ. അവരെ ക്യാമറ അല്ലേ, പൈസ. സെറ്റപ്പ് എന്താ വെച്ചാൽ അവര് ജനറേറ്റ് ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. അതായത് ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണെങ്കിൽ നമുക്കത് ബ്രേക്കപ്പ് ആവാൻ പറ്റുന്ന ഓപ്ഷൻ നല്ലതല്ലേ. പണ്ട് അത് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ഒരു ജനറേഷൻ്റെ ഒരു ട്രെൻഡ് വെച്ചിട്ട് എല്ലാവരും വന്ന അടിയിൽ ഭയങ്കര ഇങ്ങനത്തെ ഒരു കമൻറ്റ് ചെയ്യായിരിക്കും. ഓ കുറേ കമ്പായി പോലെ ഇരുന്നിട്ട് എന്നായിരിക്കും പറയുന്നത്. നമ്മൾ റിയാലിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നാട്ടിലെ കൊണ്ടോട്ടി ഒരു കുട്ടി കറുത്തതാണെന്ന് പറഞ്ഞ പേരിൽ ആത്മഹത്യ ചെയ്തത്. അതെ, എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നത്. ഞാനൊരു കൊല്ലംകാരനാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള, ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പം അത് കൊല്ലത്തായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻസ് വേറെ രീതിയിലായിരിക്കും. കൊല്ലംകാരെല്ലാം ഇങ്ങനെയാണ്, അവരങ്ങ് ജനറലൈസ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടാവും. ഇപ്പം മലപ്പുറത്താണ്, മുസ്ലിം ഫാമിലിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ വേറൊരു രീതിയിൽ, അതിന് ഏറ്റവും കൂടുതലും കേരളത്തിലെ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതലും സ്കോപ്പുള്ള സാധനമാണ് അത്. പിന്നെ ഈ കണ്ട പോണൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ട് തോന്നും അവർക്ക്. അതാണ് ഇതേപോലത്തെ ഒരു പെൺകുട്ടിയൊക്കെ വേണം, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണം തോന്നും. അത് തോന്നുന്നു ഇഷ്ടം പോലെ ആൾക്കാരെത്തും. ഇന്നത്തെ കാലത്തെ പ്രണയത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കത്തെഴുതുക, കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുക. പ്രേമം സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒരു ഉമ്മ തരുമോ എന്ന് ചോദിക്കണമെന്നുണ്ട്. ഇന്നാവുന്നില്ല, ഇന്ന് പച്ചക്കാണ്, നേരെയാണ് കളി തരുമെന്ന് ആൾക്കാർ ചെയ്യുന്നത്. അവർക്കൊരു ക്വിക്ക് ഇൻട്രാക്ഷൻ. ഇറ്റ്സ് റിയാലിറ്റി. സ്പേസ് എക്സിന്റെ ഇപ്പോൾ 7ാമത്തെ ലോഞ്ചാണ്. അത് ഈ സ്പേസ് എക്സിന്റെ ഫ്ലൈറ്റിനുള്ള സ്റ്റാർഷിപ്പ് ആ 2 സ്റ്റേജ് ആയിട്ടാണ് അവർ ലോഞ്ച് ചെയ്യുക. അതായത് ഒരു ബൂസ്റ്റർ ഉണ്ടാകും. ബൂസ്റ്റർ അറ്റ്മോസ്ഫിയർ കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബൂസ്റ്റർ ഡിറ്റാച്ച് ആക്കും. പിന്നെ അവിടുത്തെ സ്പേസ് ക്രാഫ്റ്റ് ആണ് പിന്നെ ട്രാവൽ ചെയ്യണത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർക്കും ഇപ്പോൾ ഈ ബൂസ്റ്റർ എലൻ മസ്ക് ഇപ്പോൾ 2 ആയി ക്യാച്ച് ചെയ്യണേ. ഇവരെ ഫസ്റ്റ് ബൂസ്റ്റർ ക്യാച്ച് ചെയ്യാൻ ശ്രമിച്ചു, ഫെയിലായി. എലൻ മസ്ക് എത്രയോ വട്ടം ഫെയിലായി. കോച്ച് അന്ന് വീഡിയോസ് ഇങ്ങനെ ഓരോ കോമഡിത്തരം കാട്ടിക്കാണ്ട് ചെയ്തിരുന്നു. അന്ന് ഞാൻ കുറച്ച് കമൻറ്റ് കണ്ടിരുന്നു യുവാക്കളിട്ട്, നിങ്ങൾ ആളെ സഹായിച്ചില്ല, ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോ കുഴപ്പമില്ല. ഇത് 14,000 കോടി ഒറ്റയടിക്ക് കണ്ടിക്കണമെന്ന് വെച്ചു. ഇല്ല, ഞാൻ കണ്ടിക്കണം, എന്നാൽ പറയണേ കേൾക്ക്. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് എർച്ചീസ് പോഡ്കാസ്റ്റ്. സോ ഇന്ന് നമുക്ക് അരിയേട്ടൻ തിരിച്ചു വന്നിരിക്കുകയാണ് കുറേ മാസങ്ങൾക്ക് ശേഷം. പിന്നെ ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം തന്നെ അരിയേട്ടൻ സംസാരിക്കാം. അരിയേട്ടന് 1 മണിക്കൂർ 2 മണിക്കൂർ സംസാരിക്കാണ്ട്. ഓക്കെ അരിയേട്ടാ, നമ്മളിപ്പോൾ ഈ ഇടയായിട്ട് കുറച്ചൊരു 2-3-4 എപ്പിസോഡ് പ്രീവിയസ് എപ്പിസോഡ് നോക്കുകയാണെന്ന് വെച്ചാൽ ഭയങ്കര ലൈക്ക് ഒരു കളിച്ച് തിരിച്ചുള്ള എപ്പിസോഡല്ല, ഭയങ്കര സീരിയസ് ആയിട്ട് എല്ലാം ചെയ്തേ. അപ്പോൾ ഈ എപ്പിസോഡ് ഒന്ന് സ്മൂത്താക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഈസി ആയ എപ്പിസോഡ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു എന്താ പറയുക റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റിയ എപ്പിസോഡ് എന്നുള്ളത് കൊണ്ടാണ് അരിയേട്ടനെ വിളിച്ചത്. ലൈഫിൽ സീരിയസ് അരിയേട്ടൻ സീരിയസ് ആക്കരുത്. അപ്പോൾ അല്ല, ഞാനൊരു കാര്യം പറഞ്ഞിടയ്ക്ക് ഞാനാണെങ്കിൽ ഇങ്ങനെ പേടിച്ചു. കഴിഞ്ഞ ഇപ്പം എനിക്കൊന്ന് നിങ്ങളിപ്പോൾ 10-30-35 എപ്പിസോഡ് എന്തോ 35 58ാമത്തെ എപ്പിസോഡ്. ശരി, ഓക്കെ. അപ്പം അതിനിടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. ഇപ്പോൾ എൻ്റെ അനസികയുടെ എപ്പിസോഡിന് ശേഷം നമ്മൾ ബന്ധപ്പെട്ടില്ല. അപ്പോൾ അനസിക്കാൻ്റെ എപ്പിസോഡ് വന്നതിന് ശേഷമുള്ള എപ്പിസോഡുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് സാധനങ്ങൾ, വേറൊരു വേറൊരു ജോണർ. ഇപ്പോൾ എനിക്കാണെങ്കിൽ അതിനകത്ത് പല ടോപ്പിക്സും ഇൻട്രസ്റ്റിംഗ് ആണ്, എന്നാൽ എനിക്കത്ര അതിൽ വലിയ ഭയങ്കര ബോധമെന്നുള്ള സാധനമൊന്നുമല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി എന്നെ ഫൈസിൽ വിളിക്കൊന്നും ഇല്ല ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായി ചേട്ടാ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ നിങ്ങൾ ഒരു പാർട്ടാണ് ഇറച്ചിയുടെ. ചേട്ടാ എപ്പിസോഡ് അടിപൊളിയായിട്ടോ. അനസ്കൻ എപ്പിസോഡ് ഒരുപാട് നല്ല നമുക്ക് ആദ്യമായിട്ടാണ് ഒരു എപ്പിസോഡിൽ നെഗറ്റീവ് കമന്റ്സ് ഇല്ലാതെ ഫുള്ള് പോസിറ്റീവ് കമന്റ്സ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ചെയ്തത്. സൂപ്പർ എപ്പിസോഡ്, അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് സംസാരിക്കേണ്ട ടോപ്പിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രണയം ഒരു നല്ല ടോപ്പിക്കാണ്. നമ്മൾ ഒരുപാട് പ്രണയത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ബ്രേക്കപ്പ്, റിലേഷൻഷിപ്പിലുള്ള ചീറ്റിങ്, ജസ്റ്റ് പ്രണയം എന്നുള്ള വിഷയം എടുത്തിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടൊക്കെ പറയുന്നതാണ്, ഞങ്ങൾക്ക് ബ്രേക്കപ്പ് ഉണ്ടായി, ഞങ്ങളെ റിലേഷൻ അങ്ങനെയായി. പിന്നെ ഒരുപാട് വേറെ ന്യൂസുകളൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നതാണ് നാട്ടിലൊക്കെ എങ്ങനെയൊക്കെയാണ്. പിന്നെ ഡിവോഴ്സും ഓരോ ഡിവോഴ്സസിൻ്റെ കേസസും അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അരിയേട്ടനെ ഈ എപ്പിസോഡിൽ കൊണ്ടുവരാൻ തന്നെ കാരണം അരിയേട്ടൻ്റെ ആ ജനറേഷനും നമ്മളെ ജനറേഷനും പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. ഈവൻ അരിയേട്ടൻ ഹാങ് ഔട്ട് ചെയ്യാൻ നമ്മളെ കൂടെ ആണെങ്കിലും പുള്ളിക്കാരൻ്റെ അടുത്ത് കുറേ 80s മെമ്മറീസും അന്നത്തെ ജീവിത സന്ദർഭങ്ങളെല്ലാം നന്നായിട്ട് റൈസനാക്കിയല്ല. അപ്പോൾ അരിയേട്ടാ, നിങ്ങളുടെ അഭിപ്രായത്തിൽ മുമ്പ് ആൾക്കാരെ മുമ്പത്തെ പ്രണയ രീതികളും ഇപ്പോൾ ഉള്ളതും ഇനി ഫ്യൂച്ചറിലുള്ളതും അതൊക്കെ എങ്ങനെയാണ് അരിയേട്ടപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഇതിൽ വന്നു, എന്തൊക്കെ നല്ല കാര്യങ്ങൾ വന്നു, എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ വന്നു?
ഒന്ന് അറിയട്ടെ. ടഫ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആയോ? ഇല്ല, ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാലേ ഒഫ്കോഴ്സ് ഇപ്പം പ്രായത്തിനകത്ത് ഇപ്പോൾ എല്ലാവർക്കും ഒരു ധാരണ ആയി കാണും, അതുകൊണ്ട് പറയാം. ഞാൻ 88 ജനിച്ച ഒരാളാണ്. ഓക്കെ. അപ്പം ലൈക്ക് ഈ കോമൺ തിങ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈവൻ മില്ലേനിയൽസ് ആയാലും ജെൻസി ആയാലും ലൈക്ക് കോമൺ ആയിട്ട് ക്യാരി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ആദ്യം ഇപ്പോൾ പ്രണയത്തിനെ പറ്റി ഇപ്പോൾ ജനറേഷൻ്റെ ഡിഫറൻസ് പറഞ്ഞു തുടങ്ങുന്നത് ഞാനൊക്കെ അതിന് മുന്നത്തെ ഒരു ജനറേഷൻ്റെ പ്രണയത്തിനെ പറ്റി പറയാം. പക്ഷേ അന്നത്തെ പ്രണയത്തിനെ പറ്റിയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് നോട്ട് വിസിബിൾ. ഓക്കെ. അതായത് ഇപ്പം എൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിലോ കൊച്ചച്ഛൻ വല്യച്ഛന്മാർ അല്ലെങ്കിൽ ചേട്ടന്മാർ എനിക്ക് തോന്നുന്നില്ല ഇവരൊന്നും ആ രീതിയിൽ പ്രണയിച്ചിട്ടുണ്ടാവില്ല. ഇവരുടെയൊക്കെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് വാരികകളിൽ വായിക്കുക അല്ലെങ്കിൽ സിനിമകളിൽ കാണുന്ന പ്രേമം, പ്രേം നസീർ, അതിനുശേഷം പിന്നെ മോഹൻലാൽ, മമ്മൂട്ടി ഇവരുടെയൊക്കെ സിനിമകളിൽ കാണുന്ന പ്രണയം, ഇതൊക്കെ ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. അതേസമയം എൻ്റെ കാലഘട്ടത്തിലോട്ട് വരുമ്പോഴത്തേക്കായാലും നമ്മൾ ഈ ടി വിയിൽ കുറച്ചും കൂടെ കാണാൻ തുടങ്ങി, മൂവീസ് കാണാൻ തുടങ്ങി. ഓഫ് കോഴ്സ് മൂവീസിനോടൊപ്പം തന്നെ ഒരുപാട് ഷോസ് വരാൻ തുടങ്ങി. ഓക്കെ. ഞാനൊക്കെ സ്കൂളിൽ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഇപ്പം ഏഷ്യാനെറ്റിനകത്തൊക്കെ മിസ്റ്റ് അങ്ങനത്തെ പരിപാടികൾ, പിന്നെ അങ്ങനെ പല പ്രോഗ്രാംസ് ഉണ്ട്. ഈ മിസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൾ ചെയ്ത് കാണ്ട്. അതെ അതെ, അതാണോ? എനിക്കറിയില്ല കേട്ടോ. അതെ. അപ്പോൾ അതിനകത്ത് ആൽബം സോങ്സ് ഒക്കെ ആയിരിക്കും പറയുന്നത്. അതിൽ കൂടുതൽ റൊമാൻറ്റിക് സോങ്സ് ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് ഞാനൊക്കെ പ്രണയിച്ചു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഇപ്പം ചിന്തിക്കുമ്പോഴത്തേക്ക് ഇപ്പം സിനിമകളിലാണ് കണ്ടിട്ടുള്ള കൂടുതലും വായിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ പ്രണയത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കത്തെഴുതുക, കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു ഫൈസൽ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയത്തിൻ്റെ എങ്ങനെ പ്രണയിച്ചൊന്നുമല്ലല്ലോ, ലൈക്ക് പ്രണയത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്ക് അവരൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല. അന്ന് അത്ര കണ്ട് പ്രണയിച്ചില്ല. കൂടുതലും അറേഞ്ച്ഡ് മാരേജസ് എന്ന് പറയുന്ന ആ ഒരു കൾച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് ദർ ഈസ് എ ലൈൻ. ആ ലൈൻ വിട്ടവർ പുറത്ത് പോകാറില്ല. എന്നാൽ പ്രേമം തോന്നിക്കഴിഞ്ഞാലും വീട്ടിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ്, വീട്ടിൽ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഭയങ്കരമായ പൊട്ടിത്തെറികൾ ഉണ്ടാവുക. ആ പ്രണയിക്കുന്നവർ വളരെ ചുരുക്കമായിരുന്നു. ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു പ്രേമം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ നാട്ടിൽ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ആ ഒരു ഒറ്റ പ്രണയം മാത്രമേ ആ നാട്ടിൽ കാണത്തുള്ളൂ. 80s-ലേക്ക് പ്രണയം അല്ല, എനിക്ക് മുന്നേ എൻ്റെ നിങ്ങളിത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ തരാം. എന്നതിൻ്റെ മൊയ്തീനുണ്ടല്ലോ, അതിലുള്ള ഒരു പ്രണയം ആ ഒരു കാലഘട്ടമാണ് എനിക്കിങ്ങനെ ഓർമ്മ വന്നത് പറയുമ്പോൾ. അതെ അതെ, ആ കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കത്ത് കൊടുത്തു വിടുക, അല്ലെങ്കിൽ അവിടുത്തെ ആ വീട്ടിലെ കുട്ടിയെ ഇവന് ഇഷ്ടമാണ് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ മൊത്തം എഴുതും. പിന്നെ അന്ന് കത്ത് മുഖേനയാണല്ലോ, പിന്നെ ഈസി ആയിട്ട് ഒരാളെ കാണുക എന്ന് പറയുന്ന അറിയാൻ പറ്റത്തില്ല. പിന്നെ ഈ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവിടെ ഒരു സുന്ദരിയായ ഒരു നാട്ടിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ കുറേ ആൾക്കാർ ആ പെണ്ണിൻ്റെ പുറകെ നടക്കുന്നുണ്ടാവും. അവൾ ഏത് കോളേജിൽ ഏത് പഠിക്കുന്നത്, എത്ര ടൈമിൻ്റെ ബസ്സിലാണ് അവൾ പോകുന്നത്, എത്ര മണിക്ക് അവൾ തിരിച്ചു വരും എന്നൊക്കെ അവർക്ക് അറിയാമായിരിക്കും. ആ ഒരു കാലത്ത് അങ്ങനെ സിൻസിയറായിട്ട് പ്രണയത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നൊരു ഇതുണ്ടായിരുന്നു. എൻ്റെയൊക്കെ സമയം വരുമ്പോഴത്തേക്ക് മാറിത്തുടങ്ങി ആ ഒരു സീരിയസ്നെസ്സിലേക്ക് വരുന്ന ഒരു ഏജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു 2005 ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ലൈക്ക് മില്ലേനിയൽസ് ആ ഒരു ഇതിലേക്ക് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ ആൻഡ് മൊബൈൽ ഫോൺ, സോ ആ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറയുന്ന സാധനം വന്നു. പക്ഷേ എന്നാലും ഞാനൊക്കെ STD വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ബില്ല് വരുന്ന സീനുള്ള സമയത്ത് ഡയൽ ചെയ്ത് വിത്ത് STD കോഡ് ഡയൽ ചെയ്ത് ലാൻഡ് ഫോണിൽ വിളിച്ച് പ്രേമിച്ചിട്ടുണ്ട്. ലൈക്ക് പഞ്ചാര അടിച്ചിട്ടുണ്ട്. സക്സസ്ഫുൾ ആയില്ല, അതൊന്ന് പെണ്ണുമുള്ള കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരമൊക്കെ ഒരു ഡീപ്പ് ഇൻറ്റൻസ് റിലേഷൻഷിപ്പ് വാല്യൂ ഉണ്ടായിരുന്നു. ലൈക്ക് ഈ കുട്ടിയെ കല്യാണം കഴിച്ചതിന് ശേഷം അവരുമായിട്ടൊരു ഫാമിലി പ്ലാൻ ചെയ്യുക, കുട്ടികളുണ്ടാവുക, അത് കഴിഞ്ഞിട്ട് ഒരു ലോങ് റിലേഷൻ. ഇതാണ് ആ വേർഡ്, ലോങ് റിലേഷൻഷിപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റിലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. സോ വെൻ ഇറ്റ് കെയിം ടു മില്ലേനിയൽസ് എനിക്ക് തോന്നുന്നു ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളും ഉള്ളത്. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും ഓർമ്മ വരുന്നത്. സോ ദർ ഇസ് ജെൻസി. അവരിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ഇൻറ്റൻസ് റിലേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരുന്നില്ല. സോ ഇൻറ്റൻസ് റിലേഷൻഷിപ്പ് എന്ന ഫാക്ടർ അവിടെ വർക്കൗട്ട് ആവുന്നില്ല. അവർക്കൊരു ക്വിക്ക് ഇൻട്രാക്ഷൻ എന്നുള്ള രീതിയിലാണ് കൂടുതലും ആൾക്കാർ. ലൈക്ക് അവർക്ക് ഡയറക്റ്റ് മെസ്സേജിങ് അല്ലെങ്കിൽ ടെക്നോളജി അവർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. സോ ജെൻസിയൊക്കെ കഴിഞ്ഞപ്പോൾ ജെൻ ബീറ്റ് എത്തിക്കണേ. 95-ന് ശേഷമാണല്ലേ ജെൻസി?
അല്ലല്ല 2000 ആണ് ജെൻസി, നമ്മളൊക്കെ മില്ലേനിയൽസ് അല്ലേ? നിങ്ങളൊക്കെ Millennials. ഞാനും എന്നെ പിന്നെ ടി വി പ്രോഗ്രാം പറഞ്ഞല്ലോ, ഞാൻ ഇതേപോലെ പണ്ട് നമ്മൾ വീട്ടിൽ ടി വിയിൽ പാട്ട് വെക്കുമല്ലോ, സ്വന്തം ഒരു ചാനലുണ്ട്, ബി ചാനൽ, പീപ്പിൾസ് അങ്ങനത്തെ ചാനലിൽ. അപ്പോൾ പാട്ട് വീട്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൽ അടിയിൽ കൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നൊരു, അതായത് ഓരോ മെസ്സേജസ് നമ്മൾ അയക്കുന്ന ഒരു നമ്പർക്ക് മെസ്സേജ് അയച്ചില്ല, അത് സ്ക്രോൾ ചെയ്യും. ഇങ്ങനെ ഓരോ പെണ്ണുങ്ങളെ പേടിച്ചിട്ട് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. അപ്പോൾ അതൊക്കെ മീൻസ് അപ്പോൾ എനിക്ക് ഓക്കെ നമ്മളെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നില്ലായിരുന്നു. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിനെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക ഒരു ട്രീറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇതുപോലത്തെ മെസ്സേജസ് ഒക്കെ അയച്ച് അവരെ മുന്നിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫ്ലെയിംസ് കിട്ടുന്ന പരിപാടിയാണ് ക്ലാസ്സിൽ. പിന്നെ ഈ ഫ്ലെയിംസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോൾ അടുത്തടുത്തൊരു മീം ഉണ്ടായിരുന്നു. അതിൽ ഫ്ലെയിംസിൽ ലാസ്റ്റ് ഓരോന്നിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല, ലാസ്റ്റ് സിസ്റ്റർ എന്നാണല്ലോ. നമ്മളെ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പം അടുത്ത് ഒരാളത് എന്താ അതിൻ്റെ റിയൽ ആയിട്ട് സിസ്റ്റർ അല്ല, എസ് എന്ന് പറഞ്ഞാൽ സ്പൗസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഇങ്ങനെ തലയിൽ തൈ വെച്ചിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതായത് നമ്മളെ കാലത്ത് തെറ്റായിട്ടാണ് നമ്മൾ കണ്ടത്, സിസ്റ്റർ ആയിട്ടാണ് കണ്ടതെന്ന് പറഞ്ഞു. ഈ എനിമി എഫ് ഫ്രണ്ട് ലവ് അങ്ങനെ എം വരാൻ വേണ്ടിയിട്ട് ML വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഈ പ്രണയത്തിൻ്റെ ടോപ്പിക്കിൽ തിരിച്ചു വരാൻ ചെയ്ത ചേട്ടാ, ഇപ്പോൾ ചീറ്റിങ്സ് ഒക്കെ നല്ല കൂടുതലാണ്, പണ്ടത്തെ പോലെയല്ല. അല്ല പണ്ടത്തെ പോലെ അല്ല എന്നാണോ, അതോ ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായതുകൊണ്ട് ഒന്നും കൂടി ഇത് കാണുന്നുണ്ട് എന്തൊക്കെ നടക്കണം എന്നുള്ളത്, അപ്പൊ ഒന്നും കൂടി അവെയർ ആവുന്നുണ്ട്. മുമ്പ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ ഒരു ഉണ്ടാവില്ല അതിന്റെ ഒരു അവസ്ഥ എന്താണെന്നത്തെ നമ്മൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയണം. ഇപ്പം ഡിഫറൻസ് ഇൻ ജനറേഷനിലുള്ള ലവിൻ്റെ ഡിഫറൻസ് ആണല്ലോ ഇപ്പോൾ ഫൈസൽ ചോദിച്ചത്. ഇപ്പം നമുക്ക് ആ ഓൾഡ് ജനറേഷൻ വിടാം, നമുക്ക് ഈവൻ മില്ലേനിയൽസ് ആൻഡ് ജെൻസി ആ ഒരു കാറ്റഗറിയിൽ തന്നെ കൺസെപ്റ്റ് ചെയ്ത് നമ്മൾ ഓർഗനൈസ് ചെയ്ത് സംസാരിക്കുകയാണെന്ന്. ഇപ്പം നമ്മൾ 4 പേരും കല്യാണം കഴിച്ച ആൾക്കാരാണ്. ഇപ്പം നിങ്ങൾ 3 പേരും മില്ലേനിയൽസ് തന്നെ പെടുത്താവുന്ന ആൾക്കാരാണ്. സോ നിങ്ങളുടെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുന്ന ആ റിലേഷൻഷിപ്പിൽ ഒരു കോർ വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. ഈ പറയുന്ന ഈ ജെൻസിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്, ടെക്നോളജിക്കൽ ഇൻഫ്ലുവൻസ് ഏറ്റവും ഹൈ ആണ്. ഏറ്റവും ഹൈ ആകുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ലൈക്ക് ഞാൻ പല ടേംസും ഈ ടോപ്പിക്കിന് വേണ്ടി ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കാണ് പല ടേംസിനെ പറ്റി കൂടുതൽ പഠിക്കുന്നത്, കൂടുതൽ അറിയുന്നത്. അതായത് ഇപ്പം ഞാൻ ഈ ജനറേഷനിലുള്ള ഒരാൾക്ക് ഒരു പെൺകുട്ടിയായിട്ടൊരു പ്രണയമുണ്ട്, പാരലലി വേറെ റിലേഷൻഷിപ്സും ഉണ്ട്. സോ ഈ സോക്കോൾ ബെസ്റ്റീസ് എന്നൊക്കെ പറയുന്നത് ഒരു ഇന്നത് ചിലപ്പോൾ ഒരു ക്ലീഷ യൂസേജ് ഒക്കെ ആയിരിക്കും, പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് പേര് ഓപ്പൺ ടു മിങ്കിൾ ആ ഒരു ഇതുണ്ടാവും. കാര്യം ഇന്നത്തെ ജനറേഷൻ നല്ലതുപോലെ ഈ സിറ്റുവേഷൻഷിപ്സ് ആ ഒരു കൈൻഡ് ഓഫ് ഇതിലേക്കാണ് പോകുന്നത്. അവർക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഒരുമിച്ചൊരു കുട്ടി ഉണ്ടാവുക എന്നുള്ള കൺസെപ്റ്റ് ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് ഒരു സെൽഫ് ഫ്രീഡം എന്നുള്ളൊരു ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവരും ഞാൻ മനസ്സിലാക്കാൻ വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ മില്ലേനിയൽസിൻ്റെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവാൻ. ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇതൊക്കെ ഇപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു കൊല്ലം വരെയൊക്കെ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന് വളച്ച് സ്വന്തമാക്കിയ ആൾക്കാരുണ്ട്. അപ്പോൾ ആ എഫേർട്ട് ഇടുന്ന സമയത്ത് നമ്മൾ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മളത് ചിന്തിക്കും. അതായത് നമ്മൾ എത്രത്തോളം ആ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് ചിന്തിക്കും. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ ആവാൻ വേണ്ടിയിട്ട്. അതെ, ഈസി ആവുന്നത് മാത്രമല്ല അവർ തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രായത്തിൽ ഇപ്പോൾ പ്രേമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പും അതുണ്ട്. സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചോദിക്കും ചേട്ടൻ കള്ളു കുടിക്കോ, ചേട്ടൻ സിഗരറ്റ് വലിക്കോ. അന്ന് കള്ളം പറയേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്പോസിറ്റ് ചോദിക്കുന്ന പെൺകുട്ടിയെ നമുക്ക് അത്ര ഇഷ്ടമായിരിക്കും. ചേട്ടൻ കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അയ്യോ കുടിച്ചിട്ടുണ്ടോ അതിന് മുമ്പ് കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുമോ, അവൾ ഇട്ടിട്ട് പോവുക എന്നുള്ള ടെൻഷൻ കാരണം മിണ്ടാതിരിക്കും. പക്ഷേ ഇന്നോ ദ കമ്മ്യൂണിക്കേഷൻസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. അങ്ങനത്തെ ചോദ്യമേ ഇല്ല. അഥവാ ചോദിക്കുകയാണെങ്കിൽ പറയും ഞാൻ അത്യാവശ്യം കുടിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ വലിക്കുന്ന ആളാണ്, ഞാൻ ഇന്ന സാധനം വലിക്കുക അല്ലെങ്കിൽ ലൈനിടുന്ന എന്നൊക്കെ ഭയങ്കര ഓപ്പണായിട്ട് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് ആൾക്കാർ. സോ ഈ എൻഡിങ് അപ്പിൻ്റെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അത് എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുക ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഭയങ്കര ഹാർഡ് ടാസ്ക്കാണ്. ആൾക്കാർ താല്പര്യമില്ല ഇന്നത്തെ. ഇപ്പോൾ എൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ റിലേഷൻഷിപ്പിലാവാൻ നമ്മളൊരു 100 വട്ടം ചിന്തിക്കും ബേസിക്കലി. പക്ഷേ ഇന്നതില്ല. ലൈക്ക് ഓക്കെ റിലേഷൻഷിപ്പിലാവാം, നമുക്ക് എപ്പോൾ ആണെങ്കിലും ബ്രേക്കപ്പ് ആവാനൊന്നുമില്ല മൈൻഡിലാണ് റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് തന്നെ. പക്ഷേ പണ്ട് കാലത്ത് നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അത് ബ്രേക്കപ്പ് ആവരുത് എന്നുള്ള രീതിയിൽ തുറന്ന റിലേഷൻഷിപ്പ് അല്ലേ. പക്ഷേ ഇപ്പോൾ നമ്മളെന്താ ചെയ്യുക, ഓക്കെ ഞാൻ അവളുമായിട്ട് ഒരുമിച്ച് നടക്കുന്നു, എനിക്കിനി അഥവാ ഓക്കെ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാനുള്ള ഓപ്ഷനും ഇല്ലേ.
അങ്ങനെ വാക്കയില്ലായിരുന്നു നമ്മുടെ നിലയിൽ. അതാ നമ്മളത് അത് നല്ലതാണോ തെറ്റാണോ എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്, പക്ഷേ അന്ന് നമ്മളത് ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. എനിക്ക് തോന്നുന്നുണ്ട് പണ്ട് ആൾക്കാർക്ക് ഒന്നും പാടി ചീറ്റ് ചെയ്യാനൊക്കെ ഒന്നും പാടി ഒരു ഭയം ഉണ്ടായിരുന്നു. ലൈക്ക് ഇങ്ങനെ ഒരു മുദ്ര കുത്തുവോ ഞാൻ ചതിയനാന്നുള്ള. പിന്നെ ഇപ്പോൾ ആൾക്കാർ അതൊരു കുറേ ആൾക്കാർ ചീറ്റ് ചെയ്യുന്നു. അത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ ഒക്കെ നോർമലൈസ് ചെയ്യാൻ പറഞ്ഞല്ലോ, കുറെ നോർമലൈസ് ചെയ്യാൻ രീതിക്കാണ് കണ്ടന്റ് വരുന്നതും ഇതിലിപ്പോ എന്താ തെറ്റ് എന്നുള്ള രീതിക്കാണ് എല്ലാവരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിഗമി എന്നൊക്കെ എല്ലാവർക്കും ഒരു നോർമൽ തിങ് ആണ്. മറ്റേന്ന് വെച്ചാൽ പണ്ട് അല്ല ഞാൻ പറയാൻ നമ്മളിപ്പോ ഇത് കുറ്റം പറയല്ല, അതായത് ഇത് നല്ലതല്ല എന്നല്ല പറയുന്നത്, നമ്മളിത് കമ്പാരിസൺ ചെയ്യും. അതായത് നമ്മൾ എന്താ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അത് നല്ലതല്ലേ, അതായത് ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണെങ്കിൽ നമുക്കത് ബ്രേക്കപ്പ് ആവാൻ പറ്റുന്ന ഓപ്ഷൻ നല്ലതല്ലേ. പണ്ട് അത് എന്തായിരുന്നില്ല, അതിപ്പോൾ നല്ലതാണ് എന്നുള്ളത്, നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, നമ്മൾ കമ്പാരിസൺ ചെയ്യാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു വാണിംഗ് കൊടുത്താൽ നല്ലതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഇന്നത്തെ ഒരു ജനറേഷൻ്റെ ഒരു ട്രെൻഡ് വെച്ചിട്ട് എല്ലാവരും വന്ന അടിയിൽ ഭയങ്കര ഇങ്ങനത്തെ ഒരു കമൻറ്റ് ചെയ്യായിരിക്കും, ഓ കുറേ തന്തോയി പോലെ ഇരുന്നിട്ട് എന്നായിരിക്കും പറയുന്നത്. നമ്മൾ റിയാലിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ അധികം ജോലി എടുക്കാത്തതുകൊണ്ട് തന്നെ അത് എത്ര ടോക്സിക് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതെ. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആണ് എല്ലാവരും. അപ്പോൾ ഇട്ട് പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഒന്നുകൂടി ഒന്ന് ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നത്. എല്ലാവർക്കും അതുണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതുണ്ട്. ലൈക്ക് എല്ലാവരും ഇൻഡിപെൻഡൻറ്റ് ലൈഫ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഭയങ്കരമായിട്ട് എത്തി. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യുന്നൊന്നുമില്ല, എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ളൊരു ധാരണയാണ്. പിന്നെ ഈ ഗ്രാമങ്ങളിലൊക്കെ ഉള്ളവരെ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് അധികം കുടുംബത്തിന്നോ അല്ലെങ്കിൽ സ്വന്തം കാസ്റ്റിന്നോ അവർക്ക് അറിയേണ്ടതായിരുന്നു. അപ്പോൾ അതുപോലെ കമ്മ്യൂണിക്കേഷനൊക്കെ ഡയലി നടക്കുന്നതൊക്കെ കുറേ ഉണ്ടായിരുന്നു. ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഒരു പെൺകുട്ടിയെ കാണണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വേണം, കല്യാണമോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലേ പിന്നെ അത് കാണാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മൾ ഈ പഴയ പടത്തിലൊക്കെ കാണുന്നത് അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുമ്പോഴേ അങ്ങോട്ട് കൂടെ നോക്കുന്നത്, അങ്ങനെ പഴയ നമുക്ക് ചിത്രത്തിൽ നിന്നാണ് ഇതുപോലെ പഴയ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഈ ചേട്ടനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ പല കാസ്റ്റിലുള്ള ആൾക്കാരുണ്ട്, ഹിന്ദുസിൽ വരുന്നത്. അപ്പോൾ അവരൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ഈ കല്യാണത്തിന് പോകുമ്പോൾ സെയിം കാസ്റ്റിലുള്ള ആൾക്കാർ കുറേ വരുമല്ലോ. അപ്പോൾ അവരുടെ കുടുംബത്തിലാണെങ്കിൽ കല്യാണം, അപ്പോൾ അവിടെ നിന്നാണ് കൂടുതൽ പെൺകുട്ടികളെ നോക്കി കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളത് ശരിയാ? ലൈക്ക് അവര് അന്നല്ല ഇന്നൊക്കെ കാണുമായിരിക്കും, നമ്മുടെ ജാതിയാണ്, അതൊക്കെ ഇന്നും ഉണ്ട്, നല്ല രീതിയിലുണ്ട്. പിന്നെ നല്ല രീതിയിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പലപ്പോഴും അത് ഞാൻ പറയട്ടെ ഹിന്ദുസിൽ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. ഹിന്ദുസിന് മാത്രം മുസ്ലിംസ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കല്യാണത്തിന് പോകണമെങ്കിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് അത് വേണ്ടി ആലോചിച്ചാലും അങ്ങനെയൊക്കെ അത് പറയുന്ന സംസാരം അത് കോമൺ ആയിട്ട് ഇപ്പൊ നമുക്ക് എല്ലാ കല്യാണത്തിനും പോലും പറ്റും. പക്ഷേ ഈ കാസ്റ്റിസം എന്ന് പറയുന്ന ഒരു സാധനം ഹിന്ദുയിലുള്ള, അതായത് കാസ്റ്റ് നോക്കി മാരേജ് കഴിക്കുന്ന ആൾക്കാർക്ക് ആ കാസ്റ്റ് എന്നുണ്ടെങ്കിൽ അവർ ഈ മാരേജ് ഇല്ലേ ഇതിൽ വരുന്ന ആൾക്കാരെ മാരേജിൽ പോകും. അതെ, പ്രത്യേകിച്ച് ഈ കാസ്റ്റ് ഹൈറാർക്കി നല്ല രീതിയിൽ ഇന്ത്യയിൽ നല്ല രീതിയിൽ നിലനിൽക്കുന്ന ഒരു ഇതാണല്ലോ. നമ്മൾ കേരളത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറവ്, പക്ഷേ ഭയങ്കര വിസിബിളാണ്. അപ്പോൾ നോക്കിയാൽ മതിയല്ലോ, നായർ മാട്രിമോണിയുണ്ട്, അത് മത്സരിക്കപ്പുറത്ത് യുവ മാട്രിമോണിയുണ്ട്. സോ മാട്രിമോണികളിൽ തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. സോ അത് കണക്ക് കാസ്റ്റിസം ഈസ് ലൈക്ക് എക്സിസ്റ്റിംഗ് ട്രൂത്ത്, അതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പണ്ട് കല്യാണത്തിന് കൂടുമ്പോഴത്തേക്ക് ഇപ്പം എല്ലാവരെയും വിളിക്കുമല്ലോ. പണ്ട് സ്വന്തം കുടുംബക്കാരെയും ബന്ധുക്കളെയും മാത്രമല്ലേ വിളിക്കുകയുള്ളൂ, കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കുമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരേ ജാതിക്കാരായിരിക്കുമല്ലോ, അപ്പോൾ ആലോചിക്കാം. പക്ഷേ ഇപ്പം അങ്ങനെ അല്ലല്ലോ, ഇപ്പോൾ കുറച്ചും കൂടെ ഓപ്പൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കും, ഇത് കണക്കത്തുള്ള മാട്രിമോണികളുണ്ട്, അല്ലെങ്കിൽ അന്വേഷിക്കാം. ജാതി ഏതാ ഇപ്പോഴും ഉണ്ട് നല്ല രീതിയിൽ. എല്ലാ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം അടുത്തല്ലേ നാട്ടിലെ കൊണ്ടോട്ടി ഒരു കുട്ടി കറുത്തതാണെന്ന് പറഞ്ഞ പേരിൽ ആത്മഹത്യ ചെയ്തത്. അതെ, എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, അത് എത്ര ചാനൽസ് ഡിസ്കസ് ചെയ്തു? ഓപ്പൺ ടു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ എത്ര ചാനൽസ് എടുത്തു? ഈ ഞാൻ മീഡിയ വണ്ണിലാണ് അരിയേട്ടൻ ഷെയർ ചെയ്തപ്പോഴാണ് യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്ത സംഭവമായിരുന്നു. യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കായാലും ഇതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ മുഖ്യധാര മാധ്യമങ്ങൾ എന്ത് കത്തിക്കുന്നോ അതാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആവുന്നതും ആൾക്കാരെടുത്ത് പിന്നെ റിയാക്ട് ചെയ്യുക. കുറേ പേര് അതിനെ എന്താ പറയുക, അതിന് മീംസ് ഉണ്ടാക്കുക, കുറേ പേര് ട്രോൾ വീഡിയോസ് ഉണ്ടാക്കുക. ആ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങളെന്ന് പറയുന്ന സാധനം എന്ത് കത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നത് ഇപ്പോൾ ഈ സമാധി ന്യൂസൊക്കെ അതിനെക്കാട്ടിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സാധനമല്ലേ. ഇപ്പോൾ ഈ സമാധിയുടെ ന്യൂസ് തന്നെ ഫൈസൽ പറഞ്ഞാൽ ഡിസ്കസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ സാധനം, പക്ഷേ പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സമാധി ന്യൂസ് ഇവർ ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ അയാൾ മഹാസമാധി ആവാൻ വേണ്ടിയിട്ട് എവിടുന്ന് വേറെ സന്യാസിമാരൊക്കെ വന്നു. ഈ സന്യാസിമാരൊക്കെ മലയാളമാണ് സംസാരിക്കുന്നത്, ഇവരൊക്കെ കേരളത്തിലുള്ള ആൾക്കാരാണ്. ഇവിടെ ഇപ്പോഴും ഈ ശങ്കരാചാര്യൻ്റെ ആശ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സമാധികളൊക്കെ ഇഷ്ടംപോലെ പണ്ട് നടന്നുണ്ട്, ഇനിയും നടക്കും. ഇവരിതിൻ്റെ പുറകെ ഇത് കത്തിക്കാൻ നിന്ന സമയത്ത് ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിരുന്നെങ്കിലോ. കഴിഞ്ഞ ദിവസം ചേന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 3 പേരെ
ഋതു എന്നും പറഞ്ഞൊരു പയ്യൻ ആ വീട്ടിൽ കയറി അടിച്ചു കൊന്ന ഒരു സംഭവം ഉണ്ടായി. ഇവർ എത്ര ദിവസം ഡിസ്കസ് ചെയ്തു. ആകെ നൈറ്റ് ഒരു മറ്റേ അങ്ങനത്തെ വാർത്തകൾ മാത്രം സംപ്രേഷണം ചെയ്യുന്നൊരു ഈ പരിപാടി ഉണ്ടല്ലോ എല്ലാ ചാനൽസിനകത്തും. പിന്നെ ഇസ്രോന്റെ അച്ചീവ്മെന്റ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അങ്ങനെ ഇവർക്കൊന്നും ഇതൊന്നും ഇപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു സ്ക്രോളിങ് വിടുകയാണ്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇൻസൈറ്റ്സ് നമുക്ക് അപ്പം അറിയാൻ പറ്റും. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഇപ്പോഴത് ഇസ്രോയുടെ അച്ചീവ്മെൻറ്റിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ നടക്കുന്നു. ഇവിടെ ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് ഇതേ കണക്കൊരു പോലീസും എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു ഭയങ്കര ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു. അവിടെ കുറേ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറേ കോമഡികൾ നടക്കുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ ഇതിനകത്തായിരിക്കും ഇൻട്രസ്റ്റഡ്. അപ്പോൾ എന്തും ഈ അപ്പുറത്തിരിക്കുന്ന 24-കാരനും റിപ്പോർട്ടർകാരനും നോക്കുമ്പോൾ ഏഷ്യാനെൻ്റെ വ്യൂസ് നോക്കും, ഏഷ്യാനെൻ്റെ ഇൻസൈറ്റ്സ് നോക്കുന്നു, അവരത് റിപ്പോർട്ട് ചെയ്യും, നമ്മളിത് റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല, വി വിൽ സ്വിച്ച് ടു ദാറ്റ്, നമ്മുടെ റിപ്പോർട്ടിനെ അവിടേക്ക് പറഞ്ഞു വിടും. ഓക്കെ, അതായിരിക്കും അപ്പം കത്തുന്നത്. ഈ കുട്ടീൻ്റെ കാര്യം ഇപ്പം ഈ പറഞ്ഞു, അത് ചിലർ ആ കുട്ടീൻ്റെ പ്രായത്തിനെ പറയുന്നുണ്ട്, ചിലർ ആ കുട്ടീൻ്റെ മതം പറയുന്നുണ്ട്, അവിടെയാണ് ഇങ്ങനെ നടന്നത്. ഇതിനകത്ത് റീജിയണലിസമാണ് ഏറ്റവും കൂടുതൽ. അതായത് ഇത് ഇപ്പം ജില്ല വേർതിരിച്ചിട്ട് പറയുക, മലപ്പുറത്തായതുകൊണ്ട് അതങ്ങനെ പറയാം. നേരെ ഞാനൊരു കൊല്ലംകാരനാണ്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള, ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പം അത് കൊല്ലത്തായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻസ് വേറെ രീതിയിലായിരിക്കും. കൊല്ലംകാരെല്ലാം ഇങ്ങനെയാണ്, അവരങ്ങ് ജനറലൈസ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടാവും. ഇപ്പം മലപ്പുറത്താണ്, മുസ്ലിം ഫാമിലിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ വേറൊരു രീതിയിൽ, അതിന് ഏറ്റവും കൂടുതലും കേരളത്തിലെ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതലും സ്കോപ്പുള്ള സാധനമാണ് അത്. മലപ്പുറത്തിന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ന്യൂസാണ് എന്നുള്ള രീതിയിൽ, അതൊരു മുസ്ലിം ഇതാണെന്നുണ്ടെങ്കിൽ അത് ന്യൂസാണെന്നുള്ള രീതിയിൽ. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്തോ ആ കുട്ടി ബോഡി ഷെയ്മിങ് എന്നുള്ളൊരു ഫാക്ടറിൽ നിന്ന് സൂയിസൈഡ് ചെയ്തു എന്നുള്ളതാണ്. അത് ഗ്ലോബലി എല്ലാവരും സംസാരിക്കുന്ന കാര്യമാണ്. നമ്മളൊക്കെ റേസിസത്തിനെ പറ്റിയും ഒക്കെ ഭയങ്കര അവയർനെസ്സും ഒക്കെ ചെയ്യുന്ന കേരളത്തിൽ അങ്ങനെ നടന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഇതാണ്. ഏഷ്യാനെറ്റിൻ്റെ ഈ ഇടയ്ക്ക് ഒരു പരിപാടിക്കകത്ത് ഒരു പയ്യൻ വന്നെന്ന് പറയുന്നുണ്ട്, ഭയങ്കര ഇമോഷണലായിട്ട് നമ്മൾ കറുത്തിട്ടാണ് എന്ന് ബാക്കിയുള്ളവരൊക്കെ കുറേ പേരെ കളിയാക്കിയാലും കുഴപ്പമില്ല, നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർ നമ്മളടുത്ത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലാവുമെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഇമോഷണലാവുന്നത്. അപ്പോൾ അവൻ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഞാൻ പ്രസവിച്ചെന്നെ, ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കുങ്കുമപ്പൂ കഴിച്ചൂടെ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉമ്മാക്ക് ഭയങ്കര വിഷമമായി, ഉപ്പാക്കും വിഷമമായി എന്ന് പറഞ്ഞിട്ട് അത് ഏഷ്യാനെറ്റിൻ്റെ ഈ ടോക്ക് ഷോ ഉണ്ടല്ലോ, ഇങ്ങനെ കുട്ടികളോട് കോളേജിൽ പോയി ഇൻട്രാക്ട് ചെയ്യുന്നൊരു പേര്, അവരുടെ പേര് ഞാൻ മറന്നുപോയി. സോ അങ്ങനത്തുള്ള സംഭവങ്ങൾ ഇന്നത്തെ ജനറേഷനിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. 90s ഇന്ത്യയിലുള്ളൊരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്നൊരു ബുക്കിലെ ഒരു ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഇപ്പോൾ അടുത്ത്. അതിൽ എന്താണ് അഗ്ലി എന്താണെന്നും ബ്യൂട്ടിഫുൾ എന്താണെന്നും ഫെയർ അഗ്ലി എന്നുള്ളത് മറ്റേ പൃഥ്വിരാജിന്റെ പടമല്ലായിരുന്നോ, ജനഗണമന കാണിക്കുന്നുണ്ടല്ലോ. അഗ്ലി എന്നുള്ളവർക്ക് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ സ്ത്രീയാ, സാരി ഇട്ടിട്ട്. ഇന്ത്യൻ സ്ത്രീ ഒരു നിറമില്ലാത്തൊരു സ്ത്രീയാണ്. പക്ഷേ ഈ ബ്യൂട്ടിഫുൾ എന്നുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഫോറിൻ ചെറുപ്പം മുതലേ കുട്ടികളുടെ മൈൻഡിൽ ഇൻജെക്ട് ചെയ്യണത്. നമ്മളൊരു മലയാളി നടിന്റെ അവൾ ഇതേപോലെ UK പഠിത്തം നിർത്തിയിട്ട് വന്നതാണ്. ഇതുപോലെ അസാനി അയ്യപ്പൻ, അവള് ഇതേപോലെ പറയുന്നത് അവൾക്ക് റേസിസം ആയിട്ട് അവള് അങ്ങനെ നിർത്തി പോകുന്നതാണ്, അവൾക്ക് താല്പര്യം നിർത്തി പോകുന്നതാണ്. അപ്പോൾ അവൾ പറയുന്നത് അവളുടെ അടുത്ത് പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവൾക്ക് നിർത്തി പോകാനുള്ള സാഹചര്യം ഉണ്ടായി. അവൾക്ക് അതിന് ഓക്കെയാണ്, നിർത്തി പോന്നാലും അവളത് ബാധിക്കുന്നില്ല. പക്ഷേ അവൾ പറയുന്നത് ഒരുപാട് പേര് ഇതുപോലെ വിദേശത്തൊക്കെ പോയിട്ട് ഇങ്ങനത്തെ റേസസ് അനുഭവിച്ചിട്ടും സഹിച്ച് നിൽക്കുകയാണ്. കാരണം ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. പല നാട്ടിൽ നിന്ന് നമ്മൾ പലതും ഇട്ടെറിഞ്ഞ് പോകുന്ന, പല ഫിനാൻഷ്യലി ആയെങ്കിലും അത് ലോൺ എടുത്തൊക്കെ നമ്മൾ വരുന്നതാണ്. അപ്പോൾ അവൾക്കതിനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അവൾ ഞാൻ തിരിച്ചു വന്ന്, അല്ലാതെ ഒരുപാട് പേര് ഇതുപോലെ സഹിച്ചിട്ടാണ് ഈ വിദേശത്തൊക്കെ നിൽക്കുന്നത്. ഇന്റർവ്യൂല് സനിയ കറക്റ്റാണ് പറഞ്ഞത് 100%. ഇപ്പം നമ്മളെ കാര്യം തന്നെ എടുത്തു, പിന്നെ നമ്മൾ നന്നായിട്ട് റാസിസം ഇപ്പോഴും ഫേസ് ചെയ്യും. നിങ്ങളൊക്കെ വന്ന ടൈമിൽ കുറച്ചുകൂടി കൂടുതൽ ആ ടൈമിൽ പറയണേക്കാലോ ഞങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ഒന്നുകൂടി നമ്മളെ ബ്രൗൺ സ്കിൻ ആൾക്കാരെ കണ്ട് ശീലമായതുകൊണ്ട് ഞങ്ങൾക്ക് അത്രക്കും അങ്ങോട്ട് ഫേസ് ചെയ്തില്ല. പക്ഷെ നിങ്ങൾ വന്ന ടൈമിൽ കുറച്ചുകൂടി സീനായിരുന്നു തോന്നില്ലേ. നമ്മളിപ്പോഴും ഒതുങ്ങി കൂടിയിട്ട് തന്നെ ജയിക്കും. നിങ്ങളുടെ ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ നാട്ടിൽ എത്ര നേരം വീട്ടിലിരിക്കും, എത്ര നേരം പുറത്ത് നടക്കും. ഇപ്പം നമ്മളൊക്കെ നിങ്ങൾ ഒതുങ്ങി കൂടി ഈ പോഡ്കാസ്റ്റ്, പിന്നെ ബിസിനസ്, അങ്ങനെ വർക്കിനായി ഒതുങ്ങി കൂടി നമുക്ക് പല ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നൊന്നുമില്ല, ഒരുപാട് അവൈലബിൾ ആയിട്ടോ. നമുക്ക് എപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് നമ്മളെവിടെ കയറി ചെല്ലുമ്പോഴോ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെങ്ങനെ കാണുന്ന ഒരു തോട്ട് നമ്മളെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. ഫീൽ ഒരു കാരണം വെച്ചാൽ നമുക്ക് പോളിഷ് അറിയാം. പോളിഷ് അറിയുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. അവരിൽ ഒരാളാ പറ്റും. പക്ഷെ ലാംഗ്വേജ് അറിയാത്ത പലപ്പോഴും കോൺഫിഡൻസ് കുറഞ്ഞ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ ഫാരിസ്. മറ്റേ സാധനം അപ്പോഴും കാണും. അതാണ് അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. മറ്റേ ആൾക്കാർ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അറിഞ്ഞൂടല്ലോ പോളിഷ് അല്ല. പക്ഷേ റേസിസത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ ഇതാണൊക്കെ ഇവിടെ കബാബ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം രാത്രി ഭയങ്കരമായ മോശം അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അന്ന് ലൈക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവർ ലിറ്ററലി നമ്മളൊരു മൂന്നാം ലോക രാജ്യത്ത് ഉള്ളൊരു സ്റ്റാഫ് രീതിയിൽ അല്ല ബോസ് അല്ല അവിടെ വന്ന ബോസുമാർക്ക് പ്രശ്നം ഉണ്ടാവില്ല, അവിടുത്തെ മാനേജർമാർക്ക് ബോസ് അല്ല പ്രശ്നം, ബോസ് പാകിസ്ഥാനി, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ സാനിയ അയ്യപ്പൻ പറഞ്ഞു വന്നത് കറക്റ്റാണ്. സാനിയ അയ്യപ്പൻ പറഞ്ഞത് 100% ഫാക്റ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ സാനിയ അയ്യപ്പൻ ഒരുപക്ഷെ പറ്റിയിട്ടുണ്ടാവില്ല, അതുപോലെ പറ്റാത്ത ഈ പറഞ്ഞ ഒരു പോയിൻ്റാണ്. അതുപോലെ തന്നെ ചിലപ്പം നല്ല പൈസ ഉള്ള വീട്ടുകാർ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് തിരിച്ചു പോകാതെ അത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് സംതിങ് വാട്ട്സ് ദെയർ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തുള്ള സാധനമാണ്, ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതിന് വേറെ സൊല്യൂഷൻ ഇല്ല. സോ വി ഹാവ് ടു റിയലൈസ് ദാറ്റ് ഞാൻ UK പോകുന്നത്, വെള്ളക്കാരുടെ നാട്ടിലേക്കാണ് പോകുന്നത്, അവിടെ ഉള്ളവർ ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും, അങ്ങനെയുള്ളവർ മാത്രമേ ഇതിനു വേണ്ടി മെനക്കെടാവുള്ളൂ. അല്ലെങ്കിൽ ഇവർ ലൈക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ടായാലും വരാൻ പാടുള്ളൂ അല്ലേ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിൽ പോകുമ്പോഴത്തേക്കായാലും വി ഹാവ് ടു അത് ജനറലൈസ് ചെയ്ത് പറയല്ലോ. പക്ഷെ ഇങ്ങനത്തെ റേസിസ്റ്റ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ എക്സ്പോസ് ആകുമ്പോൾ അത് പറയുന്ന ഈ നമ്മുടെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് ഒക്കെ ഇല്ലേ, ലൈക്ക് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ കുട്ടികളെ ഇത് ചെയ്യുന്നത്, അവരൊക്കെ തീർച്ചയായിട്ടും ഇവർക്ക് അവയർനെസ് കൊടുക്കണം. അപ്പോൾ സാനിയ ഇപ്പം പറഞ്ഞൊരു പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് അവർ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന്. പൈസ ഉണ്ടായിട്ടും തിരിച്ചു പോകാത്ത ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. കോടീശ്വരന്മാരായ ആൾക്കാർ അവർക്ക് ലോണൊന്നും എടുക്കാതെ അവരുടെ വീട്ടിലെ പൈസ ചിലവാക്കി പോയി വന്ന് പഠിച്ചിട്ട് പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ആ സെയിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഇന്ത്യക്കാരും കാണും. അപ്പോൾ സാനിയ അയ്യപ്പൻ അങ്ങനെ ഫേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇന്ത്യക്കാരും പഠിക്കുന്നില്ല എന്നല്ലോ അതിൻ്റെ അർത്ഥം. അപ്പം ഇതിനെ ചിലർ കാശിൻ്റെ എന്നൊക്കെ പറയും, പക്ഷേ ഇതാണ് ഫാക്റ്റ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാരുടെ അടുത്ത് പറയുക, പോളണ്ടിലോട്ട് അല്ലെങ്കിൽ അങ്ങനത്തുള്ള രാജ്യങ്ങളിലോട്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടായാലും പോകുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ അതിനെ ഓവർകം ചെയ്തു. ഇപ്പം നമുക്ക് നോക്കിയറിയാം ആഫ്രിക്കൻസ് US എങ്ങനെയാണ് അവർ പല കാര്യങ്ങളിലും അവർ ടോപ്പാണ്. അതെ അതെ. സോ ഹൗ ദേ ഹാവ് കം അപ്പ്. അപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് വന്നത്. ഇത് എന്നാലേ ഇതിനൊരു സൊല്യൂഷനുള്ളൂ. കുറേ കളിയാക്കും, അതിനുശേഷം സ്കിൻ എന്തൊക്കെയാലും നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല. പിന്നെ എന്താ അറിയോ, ഇവിടെ ചീത്തപ്പേരുണ്ടാവുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരന് ഒരുപാട് ചീത്തപ്പേര് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിത് ഒരുപാട് വട്ടം പറഞ്ഞതാണ്. അതായത് ഒരു നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് പോകണമെന്നുള്ളൊരു ബോധ്യം എല്ലാവർക്കും വേണം. കാരണം നമ്മൾ തന്നെ ഇപ്പോൾ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അപ്പാർട്ട്മെന്റ്സിൽ തന്നെ പോകുമ്പോൾ വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കൂല, ഓണേഴ്സ് കാണുമ്പോൾ പിന്നെ അവർ ഇന്ത്യക്കാർക്ക് റൂം കൊടുക്കൂല, മൊത്തം ഇന്ത്യക്കാർക്കാണ് ചീത്തപ്പേരുണ്ടാവുന്നത്. മസാല അതുപോലെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ റീസെൻ്റ്ലി ഒരു ലേഡീനെ രാത്രി ഞാനും നമ്മളെ പൂർക്കസും തക്കുവിടെ നാട്ടിൽ ഇവിടെയുള്ള സമയത്താണ് ഞങ്ങൾ ഇതുപോലെ രാത്രി ലിഡിൽ പോകുന്ന സമയത്ത് ഒരു ലേഡീനെ കണ്ടു. അപ്പോൾ ലേഡി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ഇന്ത്യക്കാരായതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നതാണ്. എന്നിട്ട് ലേഡി ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പൈസ എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ പോകാനാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനത്തെ ആൾക്കാരെ നമ്മളധികം നമുക്കറിയില്ലല്ലോ ഇവർ എന്തിനാണ് സാധാരണ ഇവിടെ ഇങ്ങനെ വെള്ളം അടിക്കാനൊക്കെ വേണ്ടിയിട്ട് പൈസ വെക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ടിക്കറ്റ് എടുത്ത് തരാം, നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ എത്ര മിനിറ്റിൻ്റെ ടിക്കറ്റാന്ന് പറഞ്ഞാൽ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അങ്ങനെ ആ ലേഡിനെ സംബന്ധിച്ച് ആ ലേഡി പറഞ്ഞു പുള്ളിക്കാരി ഒരു ഗുജറാത്തി ആയിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പോൾ കുറേ കാലമായിട്ട് പുള്ളിയുടെ കൂടെ ആയിരുന്നു. എന്നിട്ട് ഇപ്പോൾ പുള്ളിക്കാരിയുടെ നിന്ന് പൈസ ഇതൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ റോട്ടിൽ ഇറക്കി വിട്ടതാണ്. ഇപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു വഴക്കായിട്ട് അങ്ങനെ പുള്ളിക്കാരൻ കാറിന്ന് ലേഡീനെ ഇപ്പോൾ ഇറക്കി വിട്ടതാണ്. അപ്പോൾ എൻ്റെ ഫോണും കാര്യങ്ങളൊന്നുമില്ല, എനിക്കറിയാം, നിങ്ങൾ സഹായിക്കണം. അങ്ങനെ ഞങ്ങളും ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവർ അവരുടെ ഫാമിലിയിലുള്ളവരൊക്കെ ഈ കഥ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യക്കാരെ കാണുമ്പോൾ അവർക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും നമ്മളോട്. പിന്നെ നമ്മൾ നാട്ടിൽ ഒരുപാട് കേസുകൾ പല രീതിയിൽ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ട് ചാടി ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനും ഫാരിസ് വന്ന സമയത്ത് ഞങ്ങൾക്ക് മില്യന് ഒരു ബാങ്കിൽ നിന്ന് അക്കൗണ്ട് തരുന്നില്ല അവർ. അതായത് ഞങ്ങൾക്ക് പ്രോപ്പർ കാറും അല്ലാതെ നമുക്ക് നമ്മൾ വരുന്ന സമയത്ത് വിസ ഉള്ളത്. അപ്പോൾ വിസ കൊണ്ട് അക്കൗണ്ട് തുടങ്ങാവുന്ന കേസാണ് ബാക്കി ബാങ്കിലൊക്കെ. പക്ഷേ ഇവരെ അന്ന് ഞങ്ങൾക്ക് കാർഡ് തന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കിൽ നിന്ന് ഒരുപാട് 3 ലക്ഷം രൂപ വരുന്ന സമയത്ത് ജസ്റ്റ് പാസ്പോർട്ട് കാണിച്ചാൽ ആദ്യ കാലങ്ങളിൽ പോളണ്ടിൽ നിന്ന് ലോൺ കൊടുക്കിയിരുന്നു 3 ലക്ഷം 4 ലക്ഷമൊക്കെ. അങ്ങനെ ഒരുപാട് ഇന്ത്യക്കാർ ഇവിടെ വന്ന് ലോൺ എടുത്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ അവരെന്ത് ചെയ്തു, ഇന്ത്യക്കാർക്ക് അക്കൗണ്ട് കൊടുക്കാൻ. പിന്നെ അവർ കൊടുക്കും പ്രോപ്പർ ഇവിടുത്തെ കാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ ഇപ്പോൾ അക്കൗണ്ട് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ അക്കൗണ്ട് കിട്ടിയില്ല. അതാണ് ഒരു നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ കൾച്ചർ അഡോപ്റ്റ് ചെയ്യണമെന്നില്ല, പക്ഷേ ഏതൊരു കൾച്ചറും ആ നാട്ടിലത്തെ കൾച്ചർ റെസ്പെക്ട് ചെയ്യുക, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രേമം, നമ്മൾ ഇപ്പം പ്രേമത്തിൻ്റെ കാര്യം പറഞ്ഞ് ഈ കളറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു കാര്യം പറഞ്ഞിട്ടെ, പണ്ടൊക്കെ പ്രേമിക്കുമ്പോഴത്തേക്കേ ആൾക്കാർ ഭയങ്കര സെലക്റ്റീവ് ആയിരുന്നു. അവിടെ നിറം ഭയങ്കര ഫാക്ടറായിരുന്നു. വെളുത്ത പെൺകുട്ടിയെ പ്രേമിക്കുക അതിപ്പോഴും ഉണ്ട് ചേട്ടാ. ഞാൻ കാര്യം പറയില്ല, എനിക്കറിയില്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വെളുത്ത പെൺകുട്ടി ആയാൽ മാത്രമേ അവനക്ക് പറ്റുള്ളൂ. അവന്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്നില്ല. മാട്രിമോണി സൈറ്റിൽ തന്നെ അതിനായിട്ടൊരു കോളുണ്ട്, ഫെയർ
ലൈറ്റ് ആരാണ് ഇങ്ങനെ പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. സ്കിൻ ടോൺ പറഞ്ഞിട്ടുള്ളൊരു ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമുക്ക് എല്ലാവർക്കും അറിയാം കളറിലല്ല കാര്യം എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ എന്തിനാണ് ഇവര് അത് വിവാദമായ കാര്യം പറയാ, കളറിലാണോ കാര്യം ചേട്ടാ? കളറിൽ മാത്രമല്ല, ഒരിക്കലല്ല റിലേഷൻഷിപ്പിൽ, ലോങ് ടേം റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ അങ്ങനത്തെ കളർ ഒരു ഫാക്ടർ ആയാലും ആരെങ്കിലും പറഞ്ഞു ഓക്കെ നമ്മള് പിന്നെ എന്താ ആ കാലൊക്കെ മാറിക്കഴിഞ്ഞു. അതെ അതെ അതെ. അത് മനസ്സിലാക്കാൻ ആൾക്കാർക്ക് കുറച്ച് ടൈം എടുക്കണ്ടെന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ. അല്ല, ഇപ്പം ഭയങ്കരമായിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ ഈ പറയുന്ന സ്കിൻ ടോൺ നോക്കിയിട്ടൊന്നും അല്ല പയ്യന്മാരും പെൺകുട്ടികളും പ്രേമിക്കുക. പിന്നെ മാച്ച് ചെയ്യാന്നുള്ള ബേസിക്കലി. പിന്നെ ഈ കണ്ട പോണൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് തോന്നും പോകാർക്ക്. അതാണ് ഇതേപോലത്തെ ഒരു പെൺകുട്ടിയൊക്കെ വേണം, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തോന്നും. അത് തോന്നുന്നു ഇഷ്ടം പോലെ ആൾക്കാരെത്തും. പിന്നെ ഇഷ്ടം പോലെ അങ്ങനെയൊക്കെ വന്നുകാണ്ട് ഈ പെൺകുട്ടികളെ ഒന്നും അറിയാത്ത പെൺകുട്ടികളും കല്യാണം കഴിച്ചിക്കാണ്ട് പിന്നെ ഈ പോരാ വെളുപ്പില്ല, ഈ അങ്ങനെയാണ് മറ്റേ കറുത്ത് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി പോയിട്ട് എന്താ വിചാരിക്കുക? അതെ അതെ. ഇത് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ന്യൂസായി ഇങ്ങനത്തെ എത്ര ഇൻസിഡൻസ് നടക്കും. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവിടെ പയ്യൻ മാത്രമാണ് അല്ലെങ്കിൽ പയ്യനാണ് ഇതിനകത്ത് ഒരു കുറ്റവാളി അല്ല കുറ്റക്കാരൻ തോന്നില്ല. ചിലപ്പോൾ അവൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഒക്കെ ഇങ്ങനെ ഫ്രണ്ട്സിന് റോളുണ്ട്. ഫാമിലിക്ക് തുടക്കത്തിൽ അവനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞാൽ പോരെ, നീത്തി നിനക്ക് ഇതിലേറെ നല്ല കിട്ടും. എടാ അതിനെക്കാട്ടും അല്ല, വേറെ കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും ഈ കാര്യം, ഇപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനിതുപോലെ റിലേഷൻഷിപ്പിൽ ഇരുന്ന ഒരു കുട്ടിയായിട്ട്. അപ്പോൾ അവൻ അഡ്വൈസ് എടുത്തത് അവൻ്റെ വേറൊരു സർക്കിളിൽ നിന്നാണ്. പക്ഷേ എന്നിട്ട് അവർ ബ്രേക്കപ്പ് അതിനൊരു റീസൺ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു അവൻ നമ്മുടെ സർക്കിളിൽ ഇത് സംസാരിച്ചിരുന്നെങ്കിൽ അത് അങ്ങനെ ആവില്ലായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അവൻ അഡ്വൈസ് എടുത്തതല്ല അവൻ്റെ വേറെ ഫ്രണ്ട് സർക്കിൾ നമ്മുടെ. അപ്പോൾ എനിക്ക് തോന്നി ലൈക്ക് ഓക്കെ അവന് നമ്മുടെ അഡ്വൈസ് എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ല. അവരെന്താണ് അവന് പറഞ്ഞു കൊടുത്തത് നമുക്കറിയില്ല. കാരണം ആ റീസൺ എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ടാണ്. അഡ്വൈസ് ഫ്രം ദ റോങ് പീപ്പിൾ ഓൾവേസ് കോസസ് പ്രോബ്ലം. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് അഗൈൻ സിനിമയിലേക്ക് വരുന്നത്. മറ്റേ ആസിഫ് അലിയുടെ സിനിമ ഉണ്ടായിരുന്നല്ലോ. ആസിഫ് അലി പോയി കല്യാണം കഴിച്ചിട്ട് ആസിഫ് അലി റബ്ബർ ഇതിൻ്റെയൊക്കെ ഒരു പയ്യൻ, ഒരു സാധാരണ മനസ്സിലായി, കെട്ടികളാണ് എൻ്റെ മാലാഖ. അതിനകത്ത് നമുക്ക് ഫ്രണ്ട്സിൻ്റെ റോങ് അഡ്വൈസ് കിട്ടിയിട്ടാണ് ആ രാത്രി അവൻ അത്രയും അങ്ങനെ പോയി. അവൻ അറിയത്തില്ല ഹൗ ടു അപ്രോച്ച് എ ലേഡി, ആദ്യമായിട്ട് എങ്ങനെ ഒരു പെൺകുട്ടീനെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയത്തില്ല. സോ അതൊരു എന്താ പറയുന്ന റൈപ്പായി മാറുന്നു. ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കും ശരിക്കും. പിന്നെ ആൾക്കാരെ എനിക്ക് ഇതിനെക്കാട്ടിലും കിട്ടുന്നതാണ്. എൻ്റെ അത്ര സ്റ്റാൻഡേർഡ് ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിലും എന്നിട്ട് മനസ്സ് കയറി കഴിഞ്ഞാൽ. ഇന്നത്തെ ഒരു വയസ്സായ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അങ്ങനെ പറയുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ അഗൈൻ ജനറലൈസ് എന്നല്ല വാക്കിൻ്റെ പേര്, അത് നമ്മൾ അഗൈൻ വയസ്സായവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഈ പറയുന്ന കണക്ക് ആൾക്കാർ ഈ ഓൾഡ് ജനറേഷൻ്റെ പ്രശ്നമാണ് ഇന്നത്തെ ജനറേഷൻ പറയും, ഇന്നത്തെ ജനറേഷനും പറയും. എനിക്ക് അനുഭവമുണ്ട്. അതായത് പെൺകുട്ടി അത്യാവശ്യം കുറച്ച് എന്താ പറയുന്ന അത്യാവശ്യം ഫെയർ സ്കിൻ ടോൺ എന്ന് പറയുന്ന ആ ഒരു സാധനമാണ്. ചെക്കൻ അങ്ങനല്ല, തിരിച്ച് പെൺകുട്ടി അത്യാവശ്യം ഫെയർ സ്കിൻ ടോൺ അല്ല, ഒരു ഡാർക്ക് ഫെയർ ആണ്. പുള്ളിക്കാരി അത്യാവശ്യം നല്ല രീതിയിൽ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഷീ വാണ്ടഡ് ദാറ്റ് എന്നുള്ള രീതിയിൽ തന്നെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷീ ഈസ് വെരി കോൺഫിഡൻറ്റ് ഇൻ ഹെർ മേക്കപ്പ്. അല്ലെങ്കിൽ അറ്റയിലൊക്കെ അവൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, അബ്സൊല്യൂട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ലേഡിയാണ്. ഈ പറയുന്നത് ഇന്നത്തെ ജനറേഷൻ ഭയങ്കരമായിട്ട് ജനറലൈസ് ചെയ്തിട്ടുള്ള സാധനമാണ് ഡബിൾ മീനിങ് എന്ന് പറയുന്ന സാധനം. എന്തും ഡബിൾ മീനിങ്ങിൽ പറഞ്ഞിട്ട് ഒരു ചിരിച്ചം കളയാം എന്നുള്ളൊരു സാധനം. അവനൊരു 14-15 വയസ്സേ കാണത്തുള്ളൂ. ഈ പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം നോർമൽ ഫേസിൽ വന്നപ്പോഴത്തേക്ക് ഇപ്പം പറഞ്ഞു ഇതാണൊക്കെ കുട്ടിയെ കഴുകി കളഞ്ഞപ്പോൾ ആളാകെ മാറിയില്ലെന്ന്. പുള്ളിക്കാരി അത് ഭയങ്കര ഇൻസൾട്ടായി. സോ അപ്പോൾ ഈ പറയുന്നത് പ്രായം മാത്രമല്ല, സിറ്റുവേഷൻസ് അറിയത്തില്ല, ആൾക്കാർക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് ആൾക്കാർ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. ആൻഡ് നമുക്ക് ഇന്നത്തെ കാലത്തൊരു ജോക്ക് പോലും നമുക്കൊരു തമാശ ചുമ്മാ പറയാൻ പറ്റത്തില്ല. തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല ഇൻ്റർപ്രിട്ടേഷൻസ് ആയിരിക്കും. നമ്മൾ ഒരു വേറെ മീനിങ്ങിൽ പോലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ അന്നൊരു സംഭവം ഉണ്ടായി. ഞാനാണെങ്കിൽ നമ്മുടെ കൂടെ കളിക്കുന്ന ഒരാളെ ഞാൻ മെസ്സിയായിട്ട് കമ്പയർ ചെയ്തതാണ്. ഈ കുള്ളന്മാരെല്ലാം ഭയങ്കര വിഷയമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പക്ഷേ ഭയങ്കര പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. കാര്യം അവൻ്റെ കളി അടിപൊളി ആയതുകൊണ്ട് ഞാൻ മെസ്സിയായിട്ട് വേറൊരു രീതിയിൽ കമ്പയർ ചെയ്തതാണ്. എനിക്ക് മനസ്സിലായില്ല നമ്മളെ സിതാൻ. അപ്പോൾ സിതാൻ നമ്മുടെ പോഡ്കാസ്റ്റ് വന്നിട്ടുള്ള ആളാണ് കേട്ടോ. സിതാൻ അടിപൊളിയാണ്. അപ്പോൾ നല്ല ഫുട്ബോൾ പ്ലെയറാണ്. അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുക. അവനത് ആ സെൻസിലെടുത്തു. ബട്ട് നോട്ട് എവറിബഡി വിൽ ബി ഹാവിങ് ദാറ്റ് സെൻസ്.
കാര്യം അവനുമായിട്ട് ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയത്. പക്ഷെ മറ്റേ ആലോചിക്കുക, മറ്റേ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ആദ്യമായിട്ട് വീട്ടിലേക്ക് കയറി വന്നതാണ്. ഫസ്റ്റ് ഡേ ഇൻ അത് ഭർത്താവിൻ്റെ വീട്ടിലാണ്, വേറൊരു വീട്ടിലേക്കുള്ള ആദ്യമായിട്ടാണ്. അവിടെയുള്ള ആരെയും അവൾക്ക് പരിചയമില്ല. അപ്പോൾ ഈ ചെക്കൻ ഇങ്ങനെ ഒരു കമൻറ്റ് പാസ് ചെയ്തപ്പോൾ ഭയങ്കര ഇൻസൾട്ടായി. അവളത് എക്സ്പ്രസ് ചെയ്തു. അറേഞ്ച് മാരേജ് ആയിരുന്നു. അറേഞ്ച് മാരേജ് ആയിരുന്നു, അവളത് പറഞ്ഞു. പക്ഷേ അത് സോർട്ട് ഇറ്റ് ഔട്ട്. ആൻഡ് അവനും ഇപ്പോഴും നല്ല ഫ്രണ്ട്സ്, നല്ല കമ്പനിയാണ്, കസിനാണ്. സോ ഓഫ് കോഴ്സ് കമ്പനിയാണ്. പക്ഷേ ആ മൊമെൻറ്റിൽ അവൾക്കത് ഫീൽ ചെയ്തു. ആൻഡ് അങ്ങനെ റിയാക്ട് ചെയ്യുന്നൊരു പെൺകുട്ടിയായിരുന്നു. പണ്ടത്തെ ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്തില്ല. ജീവിതകാലം അവസാനം വരെ ചിലപ്പോൾ അങ്ങനെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അതാണ് ഇന്നത്തെ ജനറേഷനും പണ്ടത്തെ ജനറേഷനും തമ്മിലുള്ള വ്യത്യാസം. ആ പണ്ടത്തെ ജനറേഷൻ ആയിരുന്നെങ്കിൽ ആ അമ്മായി മരിക്കാൻ കിടക്കുമ്പോഴായിരിക്കും പറയുന്നത്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കല്യാണം കഴിച്ച ആദ്യത്തെ ദിവസം ഈ വീട്ടിലോട്ട് കയറി വന്നപ്പോഴത്തേക്കും നിങ്ങളുടെ നിങ്ങളുടെ അമ്മാവൻ്റെ ഇളയ മോൻ പറഞ്ഞത് എന്ന് പറയും. പക്ഷേ ഇന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ ചിലപ്പോൾ ഒരു ഡൈവോഴ്സ് നടക്കും. ചിലപ്പോൾ ആ മൊമെൻറ്റിൽ ഒരു ഡിവോഴ്സ് നടന്ന് അത് പറഞ്ഞ് അപ്പോൾ തന്നെ തീർന്നോടെ നല്ല രീതിയിലെടുത്ത് അങ്ങനെ പോകും. അല്ല ഞാൻ പറയാം, ഇത് പറഞ്ഞപ്പോൾ നമ്മൾ പണ്ട് കാലത്തൊക്കെ, ഞാൻ ചെറുപ്പം എന്ന് പറയുന്നില്ല, കുറച്ചും കൂടി ആയ സമയത്തൊക്കെ നമ്മൾ കേൾക്കായിരുന്നു ഇങ്ങനെ പ്രണയം നടിച്ച് വഞ്ചിക്കുക, അതായത് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനത്തെ ന്യൂസ് ഞാൻ ടി വിയിൽ അല്ലെങ്കിൽ പത്രത്തിലോ ഒന്നും കാണാറില്ല. പക്ഷെ ഇപ്പോഴല്ലേ കൂടുതൽ, ഇപ്പോഴാണ് കൂടുതൽ ശരിക്കും ഫിഷിംഗ്. ഇപ്പം അടുത്തൊരാൾ വന്നിനല്ലോ, ഇപ്പം അടുത്ത് വൈറലായത് ഈ സംഭവം ബ്രാഡ് പിറ്റിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതാണ് ഉദ്ദേശിച്ചത്. അതായത് AI വെച്ചിട്ട്, AI ആണല്ലോ ഏറ്റവും ന്യൂവസ്റ്റ് ടെക്നോളജി. AI വെച്ചിട്ട് ഏകദേശം ലക്ഷങ്ങൾ തട്ടിയൊരു കേസുണ്ട് ബ്രാഡ് പിറ്റിൻ്റെ. അതായത് ഒരു 53 വയസ്സായ US വന്നത് 2023 സംഭവിച്ചാണ്. ഇപ്പോഴാണ് ന്യൂസൊക്കെ വരുന്നത്. അതായത് പുള്ളിക്കാരൻ്റെ അമ്മയാണെന്നും പറഞ്ഞിട്ട് ഈ ലേഡി, ഈ 53 വയസ്സായ ഫ്രഞ്ച് വനിതയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു. അതായത് ഇങ്ങനെ ബ്രാഡ് പിറ്റിൻ്റെ ഫോട്ടോസും AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, എന്നിട്ട് ബർത്ത്ഡേ ആണ്, ഇത്ര ചിലവുണ്ട്, ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏകദേശം 8 ലക്ഷത്തോളം ഈ ഫ്രഞ്ച് വനിതയുടെ ഈ സ്കാമർ കൈപ്പറ്റി. അങ്ങനെ ഈ ഫ്രഞ്ച് വനിത ഒരു ബില്യനറിൻ്റെ ഹസ്ബൻഡാണ്, വൈഫാണ്. എന്നിട്ട് പുള്ളിക്കാരി ഈ ബ്രാഡ് പിറ്റിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഡൈവേഴ്സ് ചെയ്ത്, റിയൽ ഹസ്ബൻഡിനെ ഡൈവേഴ്സ് ചെയ്ത്, എന്നിട്ട് കോർട്ട് സെറ്റിൽമെന്റ് ഏകദേശം 8 കോടി എങ്ങാണ്ടൊക്കെ സെറ്റിൽമെന്റ് ഒക്കെ കിട്ടി. അങ്ങനെ ഇത് കിട്ടിയ സമയത്ത് ഈ സ്കാമർ എന്ത് ചെയ്തു, ബ്രാഡ് പിറ്റ് ഹോസ്പിറ്റലിലാണ്, ഇങ്ങനെ പ്രശ്നം, ഓപ്പറേഷൻ വേണം, പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിലുള്ള ഫോട്ടോസൊക്കെ AI വെച്ച് ക്രിയേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പിന്നെ ലക്ഷങ്ങൾ മേടിക്കുകയാണ്, മനസ്സിലായില്ലേ? അങ്ങനെ AI വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ലേഡിനെ സ്കാം ചെയ്ത് 2023 നടന്നതാണ്. പക്ഷേ ഇപ്പോഴാണ് ഇത് പുറത്തു വരുന്നത്. $800,000 ആണ് അങ്ങനെ സ്കാം ചെയ്ത്. അതെ. പക്ഷെ ആലോചിക്കുക, അതൊക്കെ അവരുടെ വിവരമില്ലായ്മയെ കൂടി ചൂഷണം ചെയ്യല്ലേ. അവർക്ക് ഇപ്പോൾ ബ്രാഡ് പിറ്റിനെ പോലെ പോപ്പുലർ ആയിട്ടുള്ള ഒരാൾക്ക് എന്താണ് അവരുടെ സ്റ്റാറ്റസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതാണ് അമ്മയാന്നും പറഞ്ഞ് നൈസിൽ ഇങ്ങനെ സംസാരിച്ച് എന്താ പറയുക, ഫസ്റ്റ് തന്നെ അവർക്ക് തോന്നിക്കണം. പക്ഷെ ആ ഒരു നൈസിൽ ഇങ്ങനെ സംസാരിച്ച് കൺവിൻസ് ചെയ്തതാണ്. ഈ നമ്മുടെ ഈ സാധനമില്ലേ, ഞാൻ ചോദിച്ച ആ വാക്കം തരുന്നത് പ്രണയം നടിച്ച് വഞ്ചിക്കുക. ഇതിപ്പോൾ കുറവൊന്നുമല്ലേ എൻ്റെ ചോദ്യം. ചുമ്മാ ഞാൻ വെറുതെ പറയുകയാണേ, ചുമ്മാ മലയാളം ടൈപ്പ് എടുത്തിട്ട് മലയാളത്തിൽ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യണം കേട്ടോ. റെഡിറ്റിലേക്ക് അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല. ചുമ്മാ # ഹണി ട്രാപ്പ് എന്ന് അടിച്ചു നോക്കിയാൽ അത് പ്രണയം നടിച്ച് വഞ്ചനയാണ്. ഇതെല്ലാം പ്രണയം നടിച്ച ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രണയം എന്നുള്ള രീതിയിൽ തന്നെയാണ് മെസ്സേജിങ് ടെക്സ്റ്റിങ് തുടങ്ങുന്നത്. പിന്നെ സെക്സ്റ്റിങ് ആവും. ഈ സെക്സ്റ്റിങ് ആയി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് കാണണം എന്നുള്ള ത്വര ഉണ്ടാവും. യെസ്, ഡൺ, ദാറ്റ്സ് ഇറ്റ്. അവിടെ പോവുക, ട്രാപ്ഡ്. സോ പിന്നെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. സോ ഓഫ് കോഴ്സ് ദെയർ വിൽ ബി എ വീഡിയോ ലീക്കിംഗ് ഔട്ട്, അല്ലെങ്കിൽ അവിടെ വേറെ ആൾക്കാരുണ്ടാവും, ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. ആൻഡ് ഹണി ട്രാപ്പ് വഴി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. സോ ബേസിക്കലി എനിക്ക് തോന്നിയിട്ട് എൻ്റെ മൈൻഡിലൊരു ഹണി ട്രാപ്പ് ഉദ്ദേശിച്ച് കൂടുതലും ഈ ബിസിനസ് ആയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെ പൈസ ഉള്ള ആൾക്കാരെ കൂടുതൽ ഹണി ട്രാപ്പിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഹാവ് എ ഡേറ്റാബേസ്. അതിലേക്ക് ആരെ അപ്രോച്ച് ചെയ്യണം, ആരെ ഇത് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നിന്നാണ് അധികം നമ്പറുകളും കിട്ടുന്നത്. സോ നമ്മൾ ചുമ്മാ റാൻഡം ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മതി, വി ഗെറ്റ് മെസ്സേജസ് ആൻഡ് ഓരോ ലിങ്ക്സ് വരും. ആ ലിങ്ക് വഴി കയറിപ്പോയി കഴിഞ്ഞാൽ, അതായത് ഞാൻ റെഡിറ്റിലൊരു സാധനം വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാരുടെ ഡാറ്റാബേസ് കളക്ട് ചെയ്യും. സോ ഇഫ് ഇറ്റ്സ് എ പോണോഗ്രാഫിക് ഗ്രൂപ്പ്, അതായത് പോണോഗ്രാഫി അല്ലെങ്കിൽ പോൺ വീഡിയോസ് സ്പ്രെഡ് ചെയ്യുന്ന ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 200 പേരെ റാൻഡംലി സെലക്ട് ചെയ്യും. ആൻഡ് ആ 200 പേർക്ക് ബോട്ട് മെസ്സേജസ് അയക്കും. സോ വെയിറ്റ് ഫോർ ദെയർ റിപ്ലൈ. ആൻഡ് ഇഫ് ദാറ്റ് റിപ്ലൈ ഈസ് പോസിറ്റീവ്, ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ സെക്സ്റ്റിംഗ് എന്നുണ്ടെങ്കിൽ ദേ ആർ ഫിൽറ്റേർഡ്. എന്നിട്ട് അത് സ്വാഭാവികമായിട്ട് ഇവർക്ക് എടുത്താൽ മതിയല്ലോ. ഇത് എടുത്തിട്ടാണെങ്കിൽ ഇപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കാം. ആൻഡ് ഇത് നല്ല രീതിയിൽ എക്സാമ്പിൾ ഹൈദരാബാദ് ബേസ്ഡ് ചെയ്തിട്ടുള്ളൊരു മലയാളി ഈ ഇടയ്ക്ക് കുടുങ്ങിയത്. ഇത് പുള്ളി ആദ്യം അങ്ങോട്ട് മെസ്സേജ് അയച്ചതാണ്. പുള്ളി അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഐ ആം റെഡി ടു പേ 5 lakhs ഫോർ യു എന്ന് പറഞ്ഞു.
ഫൈലാക്സ് ബോയ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി ടിക്ടോക്കിലൊരു വീഡിയോ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിലൊരു ഫേമസ് സോങ് ഉണ്ട്, കണ്ണുക്ക് 5 ലക്ഷം പോതാത് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു. അപ്പോഴത്തേക്ക് ആ വീഡിയോ ഒരു ഭയങ്കര വൈറലായി. അങ്ങനെ പുള്ളിക്കാരെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇത് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ആ അന്വേഷണത്തിലുള്ളതാണ്. ആ പെൺകുട്ടിക്ക് അവിടെ ഒരു റോളും ഇല്ല. പുള്ളിയെ പിന്നെ ടാർഗറ്റ് ചെയ്തു. പുള്ളിക്ക് റിപ്ലൈ ആയിട്ടാണ്, അതായത് ഇൻസ്റ്റയിൽ റിപ്ലൈ ആയിട്ട് വീഡിയോസ് ഇടുമല്ലോ, അതുപോലെ ടിക്ടോക്കിൽ റിപ്ലൈ ആയിട്ട് വീഡിയോ ഇട്ടതാണ്. പുള്ളീനെ വേറെ ആൾക്കാർ കോൺടാക്ട് ചെയ്തു. ആൻഡ് ഹി വാസ് റെഡി ഫോർ എനി ഗേൾസ്. ആൻഡ് അൾട്ടിമേറ്റ്ലി പുള്ളി കുടുങ്ങി. പുള്ളിയുടെ ഇതാണെങ്കിൽ 80 ലക്ഷമോ 90 ലക്ഷം എന്നാണ് അവർ തട്ടിയത്. പിന്നെ ഈ ഇടയ്ക്ക് ഒരു പള്ളിയിലച്ഛനെ ഹണി ട്രാപ്പിൽ കുടുക്കിയത്. പള്ളിയിലച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സൊസൈറ്റിയിൽ ഒരു വാല്യൂ ഉള്ളതല്ലേ, അവർക്ക് അങ്ങനത്തെ സാധനം പുറത്ത് വന്നു കഴിഞ്ഞാൽ മോശമാണെന്ന് പറയും. സോ അവരൊക്കെ ഊറ്റിക്കൊണ്ടിരിക്കാൻ എളുപ്പമാണ്. ഈ ഓപ്പൺ റിലേഷൻഷിപ്പ് ഇതേപോലെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 35-36 വയസ്സായ ആൾക്കാർക്ക് അറിയാം മുമ്പത്തെ ജനറേഷൻ എങ്ങനെയാണ് പ്രണയത്തിലായിരുന്നത്, എന്തെല്ലാം നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും അവർക്ക് വേറിട്ട് തിരിക്കാൻ അറിയുന്ന ആൾക്കാർ, അത്രയും മുതിർന്ന ആൾക്കാരാണ്. പക്ഷെ അവർ ഈ ഏജായ ആൾക്കാർ ഇപ്പോഴും ഓപ്പൺ റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ട്, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് പറയുമ്പോൾ ഭയങ്കര ഇടങ്ങറാണ്. അവൻ പറഞ്ഞ കഥകളാണ്. അതായത് ഒരു ഡോക്ടർ കപ്പിള്, അവർ ഈ സെക്ഷൽ ലൈഫിൽ വൈഫ് സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് പുറത്തുനിന്ന് ആളെ കൊടുത്തിട്ട് ടിൻഡറിൽ അങ്ങനെ ഒരുമിച്ച് നിന്നാട് ഇതൊക്കെ ഫിസിക്കലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ എനിക്കറിയുന്ന കഥകളുണ്ട് ആൾക്കാരിൻ്റെ അടുത്ത് പറഞ്ഞേ, ഇങ്ങനെ പോയ ആൾക്കാർ. മനസ്സിലായ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവൻ പറയുന്ന അടുത്ത് ഇങ്ങനത്തെ 1-2 അല്ല കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഏജ് കമ്മിയായ ആൾക്കാരുണ്ട്, ഏജ് കൂടിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എന്താ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫേമസ് സെലിബ്രിറ്റി കപ്പിളുണ്ട്, ദേ ആർ ഇൻ ടു ലൈക്ക് പോളിഗമറി. അത് ഭയങ്കര നോർമലൈസ് ചെയ്തിട്ടാണ് അവരതിനകത്ത് പറയുന്നുണ്ട്, അവരുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ പറയുന്നുണ്ട്. സോ ലൈക്ക് അവർ ഭയങ്കര അത് ജനറലൈസ് ചെയ്യാൻ, അത് സ്വൈപ്പ് കൾച്ചറിൻ്റെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു ഇതെന്താ നമ്മളിപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുണ്ട്. നമ്മൾ ആ ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട് വന്നതുകൊണ്ടാണ്. സോ വെൻ ഇറ്റ് കംസ് ടു നെക്സ്റ്റ് ജനറേഷൻ, എന്താ ഹാരിസ് ബീറ്റയിലേക്ക് ജനിക്കുന്നേ ഉള്ളൂ. ആൽഫ ഇനി ഇപ്പോഴത്തെ കുട്ടികൾ അവന്മാർക്കൊന്നും ഒരു പ്രശ്നമായിരിക്കത്തില്ല, അവർക്കിതൊരു പ്രശ്നമായിരിക്കും. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് പ്രശ്നമാവും. നമ്മൾ ആ കൾച്ചർ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ടാവും. ആ ലൈനിൽ തന്നെ പോകുന്ന ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്താ പറയുക, കൾച്ചറൽ ഇൻ്റഗ്രേഷൻ നടക്കും. ഈ ആൾക്കാർ പോസിറ്റീവായിട്ട് തന്നെ പറയുന്ന കൾച്ചറൽ ഇൻ്റഗ്രേഷൻ നടക്കുന്ന, ഈ പറഞ്ഞ നമുക്ക് റേസിസം ഇല്ലാതാവും എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇപ്പം നമ്മളിരിക്കുന്ന പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ അതിനെ സമ്മതിക്കത്തില്ലല്ലോ, അവർ സമ്മതിക്കുന്നില്ല. അവർ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ കൾച്ചർ എന്തോ ആവാന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താ പറയുക. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഓൺലി ഫാൻസ് മോഡൽ ഒറ്റ ദിവസം 12 മണിക്കൂർ കൊണ്ട് 1000 ആൾക്കാരെ കൂടെ ഉറങ്ങിയെന്ന്. അതായത് ഷീ ഹാഡ് സെക്സ് വിത്ത് ദം. പാഴ്ച കണ്ടിരുന്നോ ആ സ്റ്റോറി? കണ്ടിരുന്നോ? പോസ്റ്റ് ചെയ്തല്ലേ? ഞാൻ കണ്ട സമയത്ത് ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. അതായത് 12 മണിക്കൂറിൽ 1071 അങ്ങനെ എന്തോ കറക്റ്റ്. നീ അത് പോസിബിൾ ആണെന്ന് അറിയണല്ലോ, അത് തുമ്മ തള്ള. അത് ഞാനത് ഒരു സെക്കൻഡ്, ഒരു മിനിറ്റിൽ എത്ര എന്താ ആൾക്കാരെ വെച്ച് ഇടപെടുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു മിനിറ്റിൽ ഒരാളിൽ കൂടുതലാണ്. ബോണി ബ്ലൂ ആണ് അവളെ പേര്, 25 വയസ്സ്. അതായത് ഒരു മിനിറ്റിൽ ഒരാളിൽ കൂടുതൽ മീൻസ് അങ്ങനെ എന്താ ഫിസിക്കലി ചെയ്താൽ മാത്രമേ അത്ര എമൗണ്ട് നമ്പർ 12 മണിക്കൂറിൽ ആവുള്ളൂ. ബട്ട് ഇസ് ഇറ്റ് പോസിബിൾ എന്നാണ് ഞാൻ ചോദിക്കണേ. അതുകൊണ്ട് ഞാൻ ഫേക്കാന്നേ പറയുള്ളൂ. മമ്മറിന്റെ ട്വീറ്റ് കണ്ടിട്ടാണ് നോക്കിയത്. അത് ഇന്നത്തെ അതല്ല മമ്മറിന്റെ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ റീൽ കണ്ടു. പോയ മലയാളികൾ അതിൻ്റെ ഇടയിൽ കോമന്റ് ഇട്ടാ പറഞ്ഞു, ഒരു മിനിറ്റ് കിട്ടത്തില്ല, ഏതോടാ പോയെന്നൊക്കെയുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇതൊരു ട്രെൻഡായി. ഇറ്റ് ഈസ് ബിക്കമിങ് എ ട്രാക്ക്. അല്ല, ഒറ്റ ദിവസം കൊണ്ട് റെക്കോർഡ്. അപ്പോൾ ഇത് കണ്ടിട്ട് തുർക്കിയിൽ ഒരു ഓൺലി ഫാൻസ് മോഡൽ ഇന്ന് ചെയ്യാൻ നോക്കി ഇന്നലെ. അപ്പോൾ ഓളെ ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ തുർക്കിഷ് അതോറിറ്റി അവളെ പൊക്കി ജയിലിലിട്ടു. ഇതിന് ആരാ അറിയാം, ഇവരെ ഈ ഓൺലി ഫാൻസ് മോഡൽസിനൊക്കെ സഹായിക്കുന്നത് അവരെ ബോയ് ഫ്രണ്ട്സാണ്. അവരെ ക്യാമറ എന്താ വെച്ചാൽ അവർ ജനറേറ്റ് ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഒരു ദിവസം $50,000, 55 ലക്ഷം അല്ല 40 ലക്ഷം റുപ്യ ഒരു ദിവസം. ഇപ്പോൾ കേരളത്തിലിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ അല്ലേ, അതിൽ ഏതൊക്കെ മലയാളി മോഡൽസ് അത്രയും ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതെ
ആൻഡ് ലൈക്ക് നമ്മളിപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിലും കണ്ട് നമ്മൾ സംസാരിച്ചാണ് വിഷയം. അതായത് ഞാൻ റീലിൽ കണ്ട ഒരു പ്രൊഫൈൽ നെയിം ഉണ്ട്. ആ നെയിം എനിക്ക് ഓർമ്മയില്ല, ഒരു നോർത്ത് ഇന്ത്യൻ്റെ പ്രൊഫൈൽ നെയിമാണ്. ആ പുള്ളിക്കാരിയുടെ സബ്സ്ക്രിപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ 399 സബ്സ്ക്രിപ്ഷൻ. അവരിൽ 10,000 ആൾക്കാർ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് മന്ത്ലി. അപ്പോൾ ഒരു മാസം 28 ലക്ഷം 28 lakhs ആണ് സബ്സ്ക്രിപ്ഷൻ മാത്രം ആ ലേഡി ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? മന്ത്ലി 28 അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞോളൂ. എന്താ പറയുന്നത്, സൊല്യൂഷൻ. പിന്നെ ഇത് മാത്രമല്ല, ഈ ഓൺലി ഫാൻസ് മോഡൽസ് കുറേ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റിംഗ് ഉണ്ട്, പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിന് പേയ്മെന്റ് വന്നു നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യും. പിന്നെ ഇത് കാണുന്ന ആൾക്കാരും ഇതൊക്കെ ഒരു അവസരത്തേക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വിജയത്തേക്കായിരിക്കും നമ്മൾ ഫുൾ ടൈം ഇവന്മാരൊക്കെ കാണുന്നുണ്ടായിരിക്കും. അത് ഈ റിസർച്ചിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ സാധനം കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മാന്യന്മാരാണ്. മമ്മാറിന്റെ എക്സിലെ മമ്മന്റെ പേജുണ്ട്, ഫേസ്ബുക്കിലെ മമ്മാറിന്റെ പേജ് ഫോളോ ചെയ്താൽ. അതല്ല, ഞാൻ ചേട്ടപ്പോൾ ഈ ടോപ്പിക്കിലോട്ട് വരാൻ കാരണം നമ്മൾ ഈ അങ്ങോട്ടാണ് ഈ എത്തുന്നത്. അപ്പോൾ ഇതൊരു ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുക. ഓരോ മോഡൽസ് വന്നുകൊണ്ട് ഇതിങ്ങനെ ചെയ്യാം. എൻഡ് ഓഫ് ദ ഡേ ഒരു 60-70 വയസ്സാകുമ്പോൾ അവരെന്താണ് ഇതിൽ വെൻ ദേ ലുക്ക് ബാക്ക് ടു ദെയർ ലൈഫ് എന്താവും അവർക്ക്? ആ ഒരു റിഗ്രറ്റ് ഉണ്ടാവില്ല അല്ലേ? ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നത് അവർക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ല എന്നാണ്. കാരണം അവർ ആയ കാലത്ത് രാജാവിനെ പോലെ ജീവിച്ച് അവർക്ക് അതാണ് അല്ലേ, അതിനു വേണ്ടിയല്ലേ അവർ ചെയ്യുന്നത്. പക്ഷെ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫാമിലി ലൈഫ് ഉണ്ടാവില്ല, മക്കളുണ്ടാവില്ല, ഇതൊന്നും ഇല്ലാത്ത ഒരാൾ ഡിപ്രഷനിലോട്ട്. പിന്നെ ഈ ന്യൂസ് ഓൺലൈനിൽ നിൽക്കുകയാണ് അവിടെ എന്ന് വെച്ചാൽ ഒരു ആൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, പേരക്കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, ഇത് നിങ്ങളല്ല മുത്തശ്ശി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേരക്കുട്ടികളൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇപ്പോൾ ഫൈസൽ യൂസ് ചെയ്ത് 2 വേർഡ്സ് എടുത്തിട്ട് പറയാം. അതായത് നമ്മൾ ഇപ്പം ചോദിച്ചപ്പോഴത്തേക്ക് ഈ പ്രണയത്തിൻ്റെ കാര്യം ചോദിച്ചില്ലേ, പ്രണയം, അത് കഴിഞ്ഞിട്ട് കല്യാണം, അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു മുമ്പത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഈവൻ അപ് ടു മില്ലേനിയൽസ് ഈ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് എന്നൊരു സാധനത്തിനെ പറ്റി അന്നേരം ഞാൻ പറഞ്ഞൊരു സാധനമുണ്ട്, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നില്ല എന്ന്. സോ ദേർ ഈസ് ആ 2 വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ പേരക്കുട്ടി ഇവരിതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ദേ ആർ നോട്ട്, അവർ വാട്ട് ഈസ് ഇൻ ദ പ്രസൻറ്റ്, ആ ഒരു ലിബറേഷനിലാണ് അവർ ചെയ്യുന്നത്. വാട്ട് ഈസ് ഇൻ ദ പ്രസൻറ്റ്. അവർ കല്യാണത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യകതയെ പറ്റി ചിന്തിക്കുന്നില്ല. ഇപ്പം ചുമ്മാ റാൻഡം ബോക്സിൽ ആൾക്കാർ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസൊക്കെ സ്ട്രീറ്റ്സിൽ എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്, സോ ഫ്യൂച്ചറിൽ എത്ര കുട്ടികളാണോ, അല്ലെങ്കിൽ കല്യാണത്തിനെ പറ്റിയുള്ള കൺസെപ്റ്റ് നമ്മുടെ കേരളത്തിൽ അപ്പോൾ കുട്ടികളോട് ചോദിക്കുമ്പോഴത്തേക്ക് ഭാവിയിൽ കല്യാണം കഴിക്കണോ, കല്യാണം കഴിക്കാൻ എന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്നാണ് നല്ലൊരു ശതമാനം ആൾക്കാർ മറുപടി പറയുന്നത്. കല്യാണം കഴിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്. സോ അവർ ഈ പേരക്കുട്ടീനെ പറ്റി ചിന്തിക്കുന്നില്ല. അവർ ഇൻഡിവിജ്വൽസ് ആണ്. അവരൊരു 14 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അവരിപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താ പറയുക, കൊച്ചിയിലോ ബാംഗ്ലൂരോ പോയി ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അവരൊറ്റയ്ക്ക് താമസിക്കുകയാണ്. അവരുടെ ലൈഫ് ഫോളോ ചെയ്യുകയാണ്. അവർക്ക് അവിടെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന കണക്ക് എന്താ പറയുക, NSSനെയോ പള്ളി കമ്മിറ്റിയോ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. But how long they can do this? As long as this world exists, Faizal. അല്ല അങ്ങനല്ല. ആൾക്ക് ഫിസിക്കലി എന്തെങ്കിലും പറ്റാന്ന്, ഹെൽത്തിന് എന്തെങ്കിലുമൊക്കെ പറ്റാന്ന് മണി അങ്ങനല്ല. മണിയല്ല നിശ്ചിനെ ഒരു ടൈം നമുക്ക് തരൂലേ നമ്മളെ ഹെൽത്തിന്. ആ റിട്ടയർമെന്റ് ലൈഫിനേക്കുള്ള പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്ത്. ഞാൻ 2 മോഡൽസിൻ്റെ എക്സാമ്പിൾ പറയാൻ. രശ്മിയ നായർ മലയാളത്തിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു ഫോൺ മോഡൽ ഫിഗറാണ്. പിന്നെ നമ്മുടെ മറ്റേ പുള്ളിക്കാരുടെ പേര് ഞാൻ പറഞ്ഞത്, മറ്റേ ശബരിമലയിൽ ഹെൽമെറ്റൊക്കെ ഇട്ട് പോയൊരു പുള്ളിക്കാരി ഉണ്ടല്ലോ, കയറണമെന്ന് പറഞ്ഞിട്ട് പകുതിക്ക് ഇറങ്ങിയാണ്. പുള്ളിക്കാരിയുടെ ബോഡിയിൽ മക്കളെ കൊണ്ട് പെയിൻറ്റ്, ഫുള്ളി നേക്കഡ് ബോഡിയിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവൾ ഇതാണ് അവൾ നേക്കഡ് ബോഡിയിൽ സ്വന്തം മോനെ കൊണ്ട് വരപ്പിച്ചു. അതിന് പോക്സോ കേസ് എടുത്തു അവർക്കെതിരെ. അപ്പം ആ പുള്ളിക്കാരുണ്ട്. സോ ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്. ഇത് നമ്മൾ ഇൻസ്റ്റയിലെടുത്ത് നോക്കിയപ്പോൾ അവരതിനെ എടുക്കുന്ന ഒരു ഭയങ്കര പോസിറ്റീവ് രീതിയിലാണ്. ബട്ട് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാനതിനെ ഉൾക്കൊള്ളുന്നു എന്നാണോ ഉൾക്കൊള്ളുന്നില്ല എന്നാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വേറെ രീതിയിലാണ് ഞാൻ കാണുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആണോ ഫോർച്ചുനേറ്റ്ലി ആണോ എന്നറിയാം, ദേ ആർ ഇൻ ടു ദാറ്റ് പാത്ത്. ആ കുട്ടികൾ വളർന്നു വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ഒരു ജനറേഷൻ അപ് ടു അസ് എങ്ങനെയാണോ ചിന്തിച്ചത് അങ്ങനെ ആയിരിക്കത്തില്ല അവർ ചിന്തിക്കുന്നത്. സോ ദാറ്റ് കംസ്. ഇപ്പം സണ്ണി ലിയോണിന് മക്കളുണ്ട് ഇല്ലേ, സണ്ണി ലിയോണിന് മക്കളുണ്ട്. ആൻഡ് പുള്ളിക്കാരി എനിക്കൊന്ന് കൂടുതൽ അഡോപ്റ്റഡ് അല്ലേ, ആൻഡ് സ്റ്റിൽ ദേ കോൾഡ് മദർ. അപ്പം ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു, സണ്ണി ലിയോൺ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു പോപ്പുലർ പോൺ ആർട്ടിസ്റ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. തീർച്ചയായിട്ടും അവർ വളർന്നു വരുമ്പോഴത്തേക്ക് ദിസ് ഈസ് ദെയർ ഇൻ ദ ഡേറ്റാബേസ്.
ഇവർ ഭാവിയിൽ കാണും. ഹൗ ദേ സീ ദാറ്റ് എന്നുള്ളത് നമ്മൾ കൺസേൺഡ് ആവുന്നത് എനിക്കറിയത്തില്ല. അത് നമ്മൾ ആ ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പാവാട എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജ് സ്വന്തം അമ്മ ഇതാണ് പോൺ മൂവിയിൽ അഭിനയിച്ചത് കൊണ്ട് അതിനെ പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്ന ഒരു സ്റ്റോറി ഉണ്ട്. അങ്ങനത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. മറ്റൊരു അത് വേറെ രീതിയിലായിരിക്കും എടുക്കുന്നത്. ഇറ്റ്സ് അനദർ കൈൻഡ്. നമ്മളെ തോട്ടെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാധനമാണ് നല്ലൊരു ശതമാനം ആൾക്കാർ. ഞാൻ വിശ്വസിക്കുന്ന ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഇതെല്ലാം റിഗ്രറ്റ് ആവുന്ന അല്ല അങ്ങനെ റിഗ്രറ്റ് ആയ ഉണ്ട് കേട്ടോ. ഞാൻ നല്ല സ്റ്റോറീസ് കണ്ടിട്ടുണ്ട് ഇതുപോലെ പോൺ ആക്ട്രസ് റിഗ്രറ്റ് ആയി അവര് ഇതിന് പറഞ്ഞ ആക്ടേഴ്സ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഓൺലി ഫാൻസ് മോഡൽ തന്നെ ഇപ്പൊ അടുത്ത് തൂങ്ങി മരിച്ചതൊക്കെ കണ്ട്. ഇൻ ഫ്യൂച്ചർ അതായിരിക്കും. അതായത് ഈ ഇടയ്ക്ക് വായിച്ചത് ഗ്ലോബലി ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഏവിയേഷൻ പോലെ തന്നെ ഭാവിയിൽ ഏറ്റവും കൂടുതലും പോസിബിലിറ്റി ഉള്ള ഫീൽഡാണ് മെൻ്റൽ ഹെൽത്ത് ഫീൽഡ്. അതായത് ആൾക്കാർ മെൻ്റലി ദേ ആർ നോട്ട്. ഞാൻ ഇന്ന് ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കേ ഞാൻ നോക്കി നമ്മൾ ഈ പറയുന്ന ഇന്നത്തെ ജനറേഷനിലെ പ്രണയത്തിനെ പറ്റിയിട്ട് ദേ കെയർ മോർ അബൌട്ട് മെൻ്റൽ ഹെൽത്ത് എന്നൊരു യൂസേജ് എവിടെയോ ഞാൻ വായിച്ചു. അവർ ഭയങ്കരമായിട്ട് അവർ മെൻ്റൽ ഹെൽത്തിനെ പറ്റി അവർ ഭയങ്കര കൺസേൺഡ് ആണ്. അതായത് എനിക്കിപ്പം എൻ്റെ ഭാര്യനോട് അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ള പലർക്കും പറയാൻ മടി. അതിന് മുമ്പത്തുള്ള ആൾക്കാർക്ക് എനിക്ക് നിൻ്റെ കൂടെയുള്ള ജീവിതം മടുത്തു എന്നൊക്കെ പണ്ടുള്ള ആൾക്കാർ പറയായിരുന്നു. പക്ഷെ അവർ ദേ ഡോണ്ട് ഡു ഡിവോഴ്സ്. പണ്ടത്തുള്ള ആൾക്കാർ ഈ സിനിമയിലെ കണ്ടുണ്ടോ, നിന്നെ സഹിച്ചു മടുത്തു അല്ലെങ്കിൽ നിന്നോട് ജീവിച്ചു മടുത്തു അല്ലെങ്കിൽ നിങ്ങളോട് ജീവിച്ചു മടുത്തു എന്ന് ഭാര്യ പറയുന്നതും അല്ലെങ്കിൽ തിരിച്ച് ഭർത്താവ് പറയുന്നതും ഇൻസിഡൻസ് പണ്ട് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ ദേ ലിവ് ടുഗെദർ. സംഹൗ ദേ ലിവ് മേക്ക് ഇറ്റ് ഹാപ്പൻ അൺടിൽ ഡെത്ത്. പക്ഷേ ഇന്ന് അങ്ങനല്ല. ഇന്ന് അവരത് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് എനിക്കെൻ്റെ മെൻ്റൽ ഹെൽത്താണ് വലുത്. ബിക്കോസ് ദേ ആർ നോട്ട് കെയർഡ്. ദേ ആർ നോട്ട്. അവർ സൊസൈറ്റിയെ പറ്റി ബോധമല്ല. ആ ഒരു ജനറേഷനിലൊക്കെ എന്തുകൊണ്ട് പല ഡിവോഴ്സ് നടക്കുന്നില്ല എന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതുകൊണ്ടാണ്. സെൽഫ് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിമിഷ്ടം കൊണ്ട് ജീവിതം അവസാനം വരെ പ്രണയിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിച്ച് മരിച്ച ഒരുപാട് കപ്പിൾസ് ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ ജനറേഷൻ അതിനെപ്പറ്റി ബോധമല്ല. അവർ കുറച്ചും കൂടെ അവരുടെ സെൽഫ് ഇതിനെ പറ്റിയിട്ടാണ് അവർ കുറച്ചും കൂടെ കൺസേൺഡ് ആവുന്നത്. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അതെ. അപ്പോൾ ഈ പറയുന്ന സാധനം അതാണ്. ഇപ്പോൾ പോൺ ഇൻഡസ്ട്രിയിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലി ഫാൻസ് ആയാലും ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും ഓഫ് കോഴ്സ് ദേ വിൽ റിഗ്രറ്റ്. പക്ഷേ അതേത് സൊസൈറ്റിയിൽ എത്തിപ്പെടുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. നമ്മുടെ സൊസൈറ്റി നമ്മുടെ മൊത്തം കേരളത്തിൽ മൊത്തം ഇങ്ങനത്തുള്ള ആൾക്കാരായത് വരുന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? എല്ലാവരും ലിബറേറ്റഡ് ആവുകയാണ്. ദേ വിൽ നോട്ട് ബി ബോതേഡ്. നമ്മളെ നാളെ ഇല്ല പട്ടായയിലൊക്കെയുള്ള ഒരു അവസ്ഥ വരും. ഇപ്പോൾ പട്ടായയിലുള്ള സ്ത്രീകൾക്കും ഫാമിലിയും ഒക്കെ ഉണ്ടാവില്ലേ. പട്ടായ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അവിടെ ഫാമിലിയായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. ഒരു കാലം വരെ എല്ലാവർക്കും വിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടായ അതാണെങ്കിൽ വേറെ സ്ഥലങ്ങളുണ്ട് അവിടെ വ്യഭിചരിക്കാൻ മാത്രമാണ് പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ ചിന്തിക്കണം. ഇപ്പം അല്ല, ഇപ്പം പക്ഷേ എനിക്കറിയാവുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഫാമിലിയായിട്ട്. തായ്ലാൻഡ് അല്ലേ? തായ്ലാൻഡ് ആൾക്കാര് തായ്ലാൻഡിൽ സ്പെസിഫിക് ആയിട്ട് പട്ടായ എന്ന് പറയുമ്പോൾ ചില എക്സാക്ട്ലി. പക്ഷെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് കാണുമ്പോൾ ആൾക്കാർ പട്ടായ പോയിരിക്കുന്ന കേട്ടോ, ഇവൻ പട്ടായ പോയതോ പറഞ്ഞാ പട്ടായ പോയത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അമർ അക്ബർ അന്തോണിയിൽ പറക്കുന്നില്ലേ ശേഖരിക്കുന്ന പട്ടായ പോവാണ്. അപ്പോൾ ഈ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചേട്ടാ, പിന്നെ ചേട്ടൻ്റെ പ്രണയം 80s ഫസ്റ്റ് പ്രണയം 90s-ലല്ലേ? ഞാൻ 2000 ഞാൻ പ്രേമിച്ചത് ഇപ്പം ഞാൻ 88-ലാണ് ജനിച്ചത്. 2000 ആയപ്പോൾ എത്ര വയസ്സായി? ഞാൻ പ്രേമിച്ചപ്പോഴത്തേക്ക് സ്കൂളിലോട്ട് ഞാൻ എനിക്ക് 4ാം ക്ലാസ് തൊട്ടൊക്കെ ഇഷ്ടമുണ്ട്. ചേട്ടൻ ആദ്യം എഴുതിയ ലവ് ലെറ്റർ ഉണ്ടായിരുന്നില്ലേ? ലവ് ലെറ്റർ ഞാൻ എഴുതിയിട്ടില്ല. പക്ഷേ ഞാൻ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പെൺകൊച്ചിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇംഗ്ലീഷിൽ പോയം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിളക്കത്തിലെ പാട്ടില്ലേ, നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടും, അത് ഞാൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡിക്ഷണറി നോക്കിയിട്ട് അന്ന് വീട്ടിൽ ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി, ഇംഗ്ലീഷ് വേർഡ് മലയാളം മീനിങ് ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ഉണ്ട്. അപ്പം അങ്ങനെ നോക്കിയിട്ട് എന്തോ ഒരു വേർഡൊക്കെ ഒരു ആവശ്യമില്ലാതെ കുത്തിക്കയറ്റി അത് നമ്മൾ ഈ സ്കൂളിൽ ബുള്ളറ്റിൻ ബോർഡ് ഇങ്ങനെ ഇടും, ഓരോ കളറ് തിരിച്ചിട്ട്. അപ്പം 4 ഹൗസസാണ്, ഗ്രീൻ ഹൗസ്, റെഡ് ഹൗസ് എന്ന് പറയുന്ന നമുക്ക് 4 ഹൗസസ്. അപ്പം ഞാൻ ആ ബുള്ളറ്റിൻ ബോർഡിൽ നമുക്ക് ഫ്രൈഡേ കൊണ്ടിടാം ഒരു ഡിസ്പ്ലേ ഇടണം. അപ്പം അങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ഇംഗ്ലീഷ് ടീച്ചർ വന്ന് ചോദിച്ചു, നിനക്ക് ഈ വാക്കൊക്കെ അറിയാം, വാക്കിൻ്റെ അർത്ഥമൊക്കെ അറിയാം, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയണമെന്നൊക്കെ ചോദിച്ചു. ലൈക്ക് ഒരു അപ്രീസിയേഷൻ കണക്ക് കിട്ടി. അതൊരു പെൺകുട്ടീനെ ഇമ്പ്രസ് ചെയ്യാനായിരുന്നു. എന്നിട്ട് ഓരോ ആഴ്ച കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്യണം. അപ്പോൾ ആ പെൺകൊച്ചിനെ കൊടുത്തു.
ഇഷ്ടമായിരുന്നു. പിന്നെ ഞാനൊക്കെ 9ാം ക്ലാസ് അന്നത്തെ പ്രണയം അങ്ങനെയായിരുന്നു. ഇന്നത്തെ ആലോചിക്കുക, ഇന്ന് ദേ ജസ്റ്റ് മേക്ക് മീംസ്, ജിഫ്സ്, സ്നാപ്ചാറ്റ് സ്ട്രീക്കൊക്കെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. യെസ്, അത് അല്ല ഞാനൊക്കെ പഠിച്ചിരുന്നേ ഇമ്മീഡിയറ്റ്ലി ദേ ഗെറ്റ് ഇറ്റ്. ആൻഡ് ഇതിനകത്തുള്ള നല്ല രീതിയിൽ പണ്ടും ഉണ്ടായിരുന്നു. പണ്ട് നമുക്കിപ്പോൾ പ്രേമിക്കുന്ന സമയത്ത് പ്രേമം സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒരു ഉമ്മ തരുമോ എന്ന് ചോദിക്കണമെന്നുണ്ട്. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് പച്ചക്കാണ്, നേരെയാണ് കളി തരുമെന്ന് ആൾക്കാർ ചെയ്യുന്നത്. അവർക്കൊരു ക്വിക്ക് ഇൻട്രാക്ഷൻ, ഇറ്റ്സ് റിയാലിറ്റി. ഒരു ക്വിക്ക് ഇൻട്രാക്ഷൻ വേണം. എനിക്കറിയാവുന്ന ഒരുപാട് പയ്യന്മാരുണ്ട്, ലിറ്ററലി ഒരു ക്വിക്ക് ഇൻട്രാക്ഷൻ വേണമെന്നുള്ള രീതിയിലാണ് അവരുടെയൊക്കെ പല അപ്രോച്ചും. ഓയോ റൂമൊക്കെ അങ്ങനെ ഫേമസ് ആയില്ല. ഈ ഇടയ്ക്ക് മറ്റേ ഓയോ റൂം കല്യാണം കഴിക്കാത്തവർക്ക് ഓയോ റൂം കൊടുക്കത്തില്ല, അത് മാറ്റി. അത് യു പിയിൽ അങ്ങനെ ന്യൂസ് അങ്ങനത്തെ ഒരു ഇത് വന്ന സമയത്ത് ഒരു മലയാളം മീം ചാനൽ, ഇൻസ്റ്റാഗ്രാം ചാനലിൽ അതിന്റെ ന്യൂസ് വന്നു. ഈ കല്യാണം കഴിച്ചവർക്ക് എന്തിനാ ഓയോ റൂം എന്നാണ് അതിൻ്റെ അകത്ത് അവൻ ക്യാപ്ഷൻ. അപ്പം ഞാൻ അതിൻ്റെ ഡീറി കണ്ടിട്ടത് കല്യാണം കഴിച്ചവർക്ക് കല്യാണം കഴിച്ചതിന് എന്താ നടന്നുപോയി എന്ന് ചെയ്യും. അതുപോലെ ആൾക്കാരുടെ കൺസെപ്റ്റ്, ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമിക്കുക, വാലന്റൈൻസ് ഡേക്ക് ഇനിയിപ്പോൾ വാലന്റൈൻസ് ഡേ വരുമോ, യു സി, ഞാൻ സത്യം പറയുന്നത് ചുമ്മാ ഇതൊന്നുമല്ല. വാലന്റൈൻസ് ഡേ വരുമ്പോഴത്തേക്ക് ഓയോ റൂംസിൻ്റെ ട്രോൾസ് ആൻഡ് മീംസ് ആയിരിക്കും. ഇതെങ്ങനെ വരുന്നു? ഇത് ചുമ്മാ വരുന്നൊന്നുമല്ല, ഇറ്റ്സ് എ ഫാക്ട്. ദേ വോണ്ട് ടു ഇൻട്രാക്ട് വിത്ത് ദർ ഓപ്പോസിറ്റ് സെക്സ്. ആൻഡ് ഇന്നിപ്പം ഓപ്പോസിറ്റ് സെക്സിൻ്റെ പോളിഗോൺ അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള സെയിം സെക്സ് ആയാലും ദേ വോണ്ട് ടു എക്സ്പ്രസ് ലവ് ഇൻ ദാറ്റ് വേ. അതൊരിക്കലും തെറ്റല്ല, പക്ഷേ പ്രേമിക്കുന്ന രീതി മാറി എന്നാണ് പറഞ്ഞത്. നമ്മൾ റോസാപ്പൂ മാലതരാം, പണ്ട് റോസാപ്പൂ കൂടുതൽ അങ്ങനെ പാടി നടന്നിരുന്നു. ഒന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇന്ന് റോസാപ്പൂ അയക്കുന്നു, റോസാപ്പൂവിൻ്റെ ഒരു ഫോട്ടോ പോലും അയക്കുന്നത് അമ്മാവന്മാർ മാത്രം ഗുഡ് മോർണിംഗിൻ്റെ അവിടെ ഇന്ന് റോസാപ്പൂ അയക്കാറുള്ളൂ, അല്ലാതെ വേറെ ആരും അയക്കാറില്ല. അരിയേട്ടൻ്റെ പഴയ നോക്കിയ ഫോണൊക്കെ ഉപയോഗിച്ചപ്പോൾ റിംഗ്ടോണൊക്കെ ഉണ്ടായിരുന്നല്ലേ? നോക്കിയ ഫോൺ ഉപയോഗിച്ചിരുന്ന സമയത്ത് എൻ്റെ വൈഫ്, ഇപ്പോഴത്തെ എൻ്റെ വൈഫ് മാത്രമേ ഉള്ള സമയത്ത് മാത്രമേ ഞാൻ ഫോണിൽ കൂടെ പ്രേമിച്ചിട്ടുള്ളൂ. ഓക്കെ. പിന്നെ ഞാൻ ഒരാളൊക്കെ ഫോണിൽ കൂടെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, നടന്നില്ല. അപ്പം പിന്നെ വൈഫിനെ മാത്രമേ ഫോണിൽ കൂടെ പ്രേമിച്ചിട്ടുള്ളൂ. ആ സമയത്ത് അവൾ വിളിക്കുമ്പോൾ മാത്രമേ അവൾക്കൊരു സ്പെഷ്യൽ റിംഗ് ടോൺ. ഞാൻ പഠിച്ചത് സിനിമ സോൾട്ട് ആൻഡ് പെപ്പർ സിനിമയൊക്കെ ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ പ്രേമിച്ചിരുന്നത്. അപ്പം പ്രേമിക്കുമ്പോൾ നീയും ഞാനും എന്നുള്ള പാട്ടൊക്കെ ജയചന്ദ്രൻ പാടി. ഞാൻ പഠിച്ചിരുന്നൊക്കെ ലെറ്റർ ഡിസൈൻ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു. ലെറ്റർ അവൻ സൈഡിലൊക്കെ സൈഡിലൊക്കെ ലൗചിഹ്നം വരച്ച് അതിന്മേൽ ഒരു റൗണ്ട് ഇട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു അമ്പ് തറച്ച് കയറ്റി ഇപ്പുറത്തേക്ക് എത്തിക്കും. എന്നിട്ട് അവിടെ നിന്ന് ചോരത്തുള്ളി ഞാൻ പഠിച്ച വറക്കും. ഇതുപോലെ ടേബിളും മരത്തുമ്മേ ടേബിളിന്റെ അടിയിലൊക്കെ കുറെ ഇതൊക്കെ പബ്ലിക്കൊക്കെ ഒട്ടിച്ച് അതേറ്റൊക്കെ പേരെഴുതി എന്തൊക്കെയായിരുന്നു. വൺ ലൈനേഴ്സ് പ്രണയങ്ങൾ പിന്നുണ്ടായിരുന്നു. ഞാനൊക്കെ ഇങ്ങനെ വൺ ലൈനേഴ്സ് ഈ പറയുന്ന ഇങ്ങനത്തെ പ്രോഗ്രാംസിലൊക്കെയാണ് വൺ ലൈനേഴ്സ് കിട്ടും. പിന്നെ പാട്ടിൻ്റെ വരികൾ ഈസ്റ്റ് കോസ്റ്റ് വിജയാണ് അതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്താണ്. മൂപ്പര് മറ്റേ നിനക്കായി തൊഴി പുനർജനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇനി ഈ ജനറേഷനിൽ കൂടുതൽ AI വെച്ചിട്ടുള്ള പ്രണയങ്ങളൊക്കെ കൂടി വരും. AI വെച്ചിട്ട് ഇപ്പോൾ തട്ടിപ്പ്, മമ്മൂട്ടിയൊക്കെ ഇപ്പോൾ എടുത്ത് വരും AI വെച്ചിട്ട്. മമ്മൂട്ടിൻ്റെ ഫേക്ക് മമ്മൂട്ടിയൊക്കെ ഇപ്പോൾ ഓൾറെഡി വരുന്നുണ്ടല്ലോ. ഒന്നാമത് ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഒരു ഓഡിയോ വെച്ചിട്ട് മകനെ പറ്റി പറയുന്ന ഒരു ഓഡിയോ ഉണ്ട്. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അത് അത്രക്കും പെർഫെക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ എത്രങ്ങാനും ആൾക്കാർ ഇംപേഴ്സണേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ക്രിസ്ത്യാനോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് റൊണാൾഡോക്ക് പുതിയ ഡീല് അൽ നസർ വാങ്ങിയിട്ടല്ലോ. നല്ല വേജാണ്. ഈ വർഷം 200 മില്യൺ യൂറോസാണ് റൊണാൾഡോക്ക് പുതിയ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. സൗദി ആയതുകൊണ്ട് ടാക്സും കൊടുക്കണ്ട, ഫുൾ ക്യാഷ് അക്കൗണ്ടിൽ. സെക്കൻഡിൽ 26.7 ഒരു മണിക്കൂറിൽ 96K യൂറോസ് ആയിട്ടുണ്ട്. അതായത് 85 ലക്ഷം ഉറുപ്പ്യ. ദ ബ്രാൻഡ് കോൾഡ് CR7. അതല്ല ഞാൻ ചോദിക്കട്ടെ, കളിക്കല്ലല്ലോ കൊടുക്കുന്നത്. ഒരു മണിക്കൂറിൽ ഒരു ദിവസം എത്ര? ഒരു ദിവസം 7 ലക്ഷത്തി സംതിങ് യൂറോസ് വരില്ല ഒരു ദിവസം. ഒരു മണിക്കൂർ 96K യൂറോസ്, 85 ലക്ഷം ഉറുപ്പ്യ. ഒരു സെക്കൻഡിൽ 26 യൂറോ. 26.67 യൂറോ. അത് ഉറങ്ങുമ്പോഴും 24 അവറിലാണ് കാൽക്കുലേഷൻ വരുന്നത്. ഉറങ്ങുമ്പോഴും നിൽക്കുമ്പോഴും ദിവസം 24 മണിക്കൂർ ജീവിച്ച സമയത്താണ് 7 യൂറോ കിട്ടിയിരിക്കും. ഇപ്പോൾ ഞാൻ റൊണാൾഡോ ഫാനാണ്, പക്ഷേ ഗോട്ട് എന്ന് പറയുന്നത് മെസ്സിയാണ്. കാരണം ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് മെസ്സിയാണല്ലോ. പക്ഷെ എന്നാലും റൊണാൾഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്മാൻ, ഒരു ബ്രില്യൻ ബിസിനസ്മാനാണ്. ഇത് എങ്ങനെയൊക്കെ രീതിക്ക് മാർക്കറ്റ് ചെയ്യണം, CR7 ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ അധികം ഇപ്പോൾ കളിച്ച് യൂറോപ്യൻ ലീഗിൽ കളിച്ച് കഴിഞ്ഞാൽ എവിടെ എത്തൂലെന്ന് മുമ്പർക്ക് അറിയാം. അതായത് ആ ഒരു പ്രായം എത്തിക്കണം, അതൊക്കെ പ്രൂവ് ചെയ്തിരിക്കണം. ഇപ്പോൾ സൗദി വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ പോകുന്നതാണ്. സൗദിന് നല്ലൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ കിട്ടുന്നത് റൊണാൾഡോ വന്നതിന് ശേഷം. ഏറ്റവും ഇപ്പോൾ ടൂറിസം 2030 അവരുടെ വിഷൻ വരുമ്പോഴത്തിന്
സൗദി ലീഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജസ്റ്റ് ഹൈലൈറ്റ്സോ അല്ലെങ്കിൽ ഇത് കാണുമ്പോഴത്തേക്ക് അവരുടെ എല്ലാ ഇതിനകത്തും സ്ക്രോളിംഗ് ഡിസ്പ്ലേസിലെല്ലാം നിയോമും റിയാദ് സീസണൊക്കെ നല്ല പ്രൊമോട്ട് ചെയ്യാൻ പോകാം. അതിനുശേഷം നെയ്മർ, ബെൻസിമ എല്ലാ പ്ലേയേഴ്സും വരുന്നുണ്ടല്ലോ. അപ്പൊ സൗദി ലീഗ് എന്താകും എന്നുള്ളത് നോക്കി കാണണം. ഈ ലക്ഷങ്ങളെ കണക്ക് പറഞ്ഞപ്പോൾ അപ്പോൾ റീസെന്റ് ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സംഭവം വായിച്ചു. നമ്മുടെ GTA 6 ലോഞ്ച് ആണല്ലോ ഈ വർഷം ലാസ്റ്റിക്ക്. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ അവർ പറയുന്നത് $3.6 ബില്യൺ ആണ് അവർ ഫസ്റ്റ് ഇയറിൽ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് 26,000 കോടി ഇന്ത്യൻ റുപ്പിയാണ് അവർ ഫസ്റ്റ് ഇയറിൽ ലോഞ്ച് ചെയ്തിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അവർ ഇതിനു വേണ്ടി ചിലവാക്കിയത് ഏകദേശം 16,000 കോടിയാണ് ഇതിനു വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ ഇതൊക്കെ റീസണബിൾ ആണ്. എന്താ നടക്കുന്നതാണോ നോക്കുക. ഞാൻ GTA 5 എടുത്ത് നോക്കി അവർ എത്രയാണ് ചിലവാക്കിയത്, എത്ര പ്രോഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2013 GTA 5 ഇറങ്ങുമ്പോൾ അവർക്ക് ചിലവ് വന്നത് 2,000 കോടിയാണ്. അതിൻ്റെ റവന്യൂ അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത് 71,000 കോടിയാണ്. എത്ര ഇരട്ടിയാന്ന് നോക്കി. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ദിസ് ഈസ് റീസണബിൾ. അതായത് അവർ ഫസ്റ്റ് ഇയറിൽ ഈ പറഞ്ഞ പോലെ 16,000 കോടി ചിലവാക്കിയിട്ട് 26,000 കോടി കിട്ടുന്നില്ലേ. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഈ 16,000 കോടി ചിലവാക്കിയിട്ട് 8,000 കോടി അവർക്ക് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ കിട്ടും. അതായത് ആൾക്കാർ ഇതിൻ്റെ ബൈ പ്രൈസ് ഉണ്ട്. നമ്മൾ ഗെയിം കളിച്ച് ക്രാക്കോ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടായിരിക്കും. പക്ഷേ ഇതിന് സ്റ്റാൻഡേർഡ് പ്രൈസ് 5,000 മുതൽ 15,000 വരെ ഗെയിമിലുള്ള പല ഇൻബിൽറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നും പ്രീ സെയിൽസ് അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോ ലൈസൻസ് ഇതിന് മാത്രം അവർ 8,000 കോടി ബിഫോർ ദ ലോഞ്ച് ജനറേറ്റ് ചെയ്യുന്ന ഗെയിംസ് എല്ലാ ഗെയിംസും ഇപ്പോൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സ്ക്വിഡ് ഗെയിം അതാണ് റെക്കറിംഗ് റവന്യൂ ഇല്ലേ. ഇപ്പം അവർ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 16,000 ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം 26,000 ഫസ്റ്റ് ഇയറിൽ തന്നെ അവർ റിട്ടേൺ വരുന്നു. അപ്പോൾ അതിന് മുന്നേ തന്നെ 8,000 ക്രോസ് എന്ന് പറയത്തില്ലേ. അപ്പം അതിനേക്കാൾ ഉപരി റെക്കറിംഗ് റവന്യൂവിനേക്കാൾ ഉപരി ഈ സാധനം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ GTA 5 ഇതുവരെ കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ ഇതുവരെ കളിച്ചിട്ടുണ്ട് GTA 6 5 വരുന്നില്ലോ പ്രീവിയസ് ഗെയിം. അപ്പം GTA 5 അല്ലെങ്കിൽ GTAയുടെ ഓരോ സീരീസും ചിലപ്പോൾ കളിച്ചിട്ടില്ലാത്തവരുണ്ടാവും. സോ ഈയുടെ GTA 6 എവ്രിവെയർ നമ്മൾ എവിടെ പോയി നോക്കിക്കഴിഞ്ഞാലും വി ക്യാൻ സീ കമൻസ് ഇൻസ്റ്റാഗ്രാമിൽ, ടിക്ടോക്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ട്രെൻഡിങ് സാധനങ്ങളുണ്ട്. സോ പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ഈസ് ദിസ്. ഓക്കെ ഇറ്റ്സ് എ ഗെയിം, ഓക്കെ ലെറ്റ് മീ ട്രൈ GTA എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അത് ഇതുമായിട്ട് അസോസിയേറ്റ് ഉള്ള റവന്യൂ അവർ കാൽക്കുലേറ്റ് ചെയ്തു. സോ ലൈക്ക് 8,000 കോടി എന്ന് പറയുന്ന അവർ പെർഫെക്റ്റ് ആയിരിക്കും. അവർ ചിലപ്പം ഓൾറെഡി ചിലപ്പോൾ എന്താ GTA 6 ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുള്ള റീസൺ എന്ന് പറഞ്ഞാൽ 2013 GTA 5 റിലീസ് ചെയ്യുമ്പോൾ ഉള്ള ടെക്നോളജിൻ്റെ എത്രയോ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇപ്പോൾ വന്നിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ്, അത്രയും പെർഫെക്ഷൻ ആയിട്ടാണ് നമ്മൾ ആ മയാമിയും നമ്മൾ 5 കളിച്ച മാപ്പും കാര്യങ്ങളും എല്ലാം വരാൻ പോകുന്നത്. അത്രയും റിയലിസ്റ്റിക് ആയിട്ടായിരിക്കും. ഞാനിങ്ങനെ ആലോചിക്കാം, അതിൻ്റെ ഡെവലപ്പേഴ്സ് ഒരു ഡയലമയിലായിരിക്കത്തില്ലേ, വേർ ഷുഡ് ഐ സ്റ്റോപ്പ് ദിസ്. അതായത് ഇല്ല, അത് ടെക്നോളജി വളരും തോറും അവർക്ക് ഇങ്ങനെ പലതും അങ്ങനെ എന്നാലും ഫസ്റ്റ് ഇനിഷ്യൽ ലോഞ്ചിൻ്റെ ടൈമിൽ എന്താണോ എക്സിസ്റ്റിംഗ് ടെക്നോളജി എവിടത്തി നിൽക്കുന്നോ അതിൻ്റെ എപ്പിട്ടം യൂസ് ചെയ്തിട്ട് അത് ഔട്ട് വിടണമെന്നായിരിക്കും ആലോചിക്കുന്നത്. അതല്ല, നമ്മളതിപ്പോൾ ഇതിൻ്റെ എവല്യൂഷൻ നോക്കി നമുക്ക് GTA Vice Cityയിലൊക്കെ വെള്ളത്തിൽ വീണാൽ മരിച്ചു അത് കഴിഞ്ഞ് സരാൻഡ്രിയാസ് വന്ന് ഇവർ എത്രത്തോളം എവല്യൂഷൻ നടക്കുന്നത്. ഇപ്പോൾ 2025 ഇപ്പോൾ CES 2025 സമ്മിറ്റ് നടന്നിരുന്നില്ല. അതിൽ തന്നെ പ്ലേ സ്റ്റേഷന് CES എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോ, ഒരു ബിഗ്ഗസ്റ്റ് ടെക് ഇവൻ്റ് ആണ്. അപ്പോൾ പ്ലേ സ്റ്റേഷൻ റിവീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളിക്കുന്ന ടൈമിൽ മണം പെർസീവ് ചെയ്യാനുള്ള ഡിവൈസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഞാൻ അങ്ങനെയാണെങ്കിൽ റേസിംഗ് ഗെയിംസ് കളി നിർത്തും. അല്ല, ആ ഒരു ടെക്നോളജിക്ക് കുറേ കമ്പനീസ് ട്രൈ ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ CES ജസ്റ്റ് ഒരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് പറഞ്ഞത്, അതായത് ഇത് ഫീസിബിൾ ആണ്, ഈ ടെക്നോളജി ഫീസിബിൾ ആണെന്നുള്ളത് പറഞ്ഞിട്ട്. ഇനി കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് ഫയർ ആംസിന്റെ വെടിയൊക്കെ മണം വരെ ഉള്ള പോസിബിലിറ്റിയും, കാട്ട് പോകുമ്പോൾ കാട്ടിന്റെ മണം. അല്ല, ഈ പിന്നെ GTA എന്തൊക്കെയുണ്ട് ആർക്കും ഇപ്പോഴും പറയാൻ പറ്റില്ല. ഇൻബിൽഡ് ആയിട്ട് കോയ ഉണ്ട്, ചിലർ പറയുന്നുണ്ട് ഇൻബിൽഡ് ആയിട്ട് ഇങ്ങനെ വലിയ രീതിക്ക് ഇനിയിപ്പോ VR-ഉം AR എല്ലാം കൂടിയും വെച്ച് മിക്സ് ചെയ്തിട്ട് ഈ ഇടയ്ക്ക് UAE ഗെയിമേഴ്സ് വിസ എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്ന അത് നീ വായിച്ചിട്ട് വിസുണ്ട്. ഗെയിമേഴ്സിന് ഇത്ര വിസ നല്ല കേരളത്തിലൊക്കെ ഈ ഇടയ്ക്ക് നല്ല ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരിയറാണ്. ഗെയിമേഴ്സ് ഒക്കെ എത്ര ഉണ്ടാക്കുന്നതാ, എത്ര സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കുന്ന കോടികളാണ്. അവർ ജസ്റ്റ് ഇരുന്ന് ഇങ്ങനെ കളിച്ചാൽ മതി, അവരുടെ കമന്റ്സും കാര്യങ്ങളെല്ലാം ടിച്ചിലും മറ്റേ ഇതിലൊക്കെ പൈസ ഉണ്ടാക്കണവരെ, കിക്കിലൊക്കെ അതിലൊക്കെയാണ് പൈസ ഉണ്ടാക്കണത്. അതേപോലെ തന്നെ ഈ പൈസയുടെ കാര്യം, ഈ സ്ക്വിഡ് ഗെയിമിന്റെ ഡയറക്ടർ ഇതേപോലെ സ്ക്വിഡ് ഗെയിം ഇപ്പോൾ സീസൺ 3 ഈ വർഷം ആണല്ലോ സീസൺ 3 ഇറങ്ങാൻ പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിലത്തെ ഏറ്റവും മോസ്റ്റ് സക്സസ്ഫുൾ മോസ്റ്റ് വാച്ച്ഡ് സീരീസാണ് സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞത്. അതായത് ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ഇതിനെ ഡയറക്റ്റ് 2008 മുതൽ
2008 ഈ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയിരിക്കണേ. പക്ഷെ പല പ്രൊഡ്യൂസേഴ്സും ഇത് റിയലിസ്റ്റിക് അല്ല, ഇതൊരിക്കലും നടക്കാത്ത സംഭവം, ഭയങ്കര വയലന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയ ആളാണ്. അതിനുശേഷം 2019 നെറ്റ്ഫ്ലിക്സ് വന്നപ്പോഴാണ് ഇത് ഇവര് പ്രൊഡക്ഷൻ ഏറ്റെടുക്കാൻ നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുത്തത്. അതിനുശേഷം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ തന്നെ കണ്ടിൽ വെച്ച് ഏറ്റവും ബിഗസ്റ്റ് മോസ്റ്റ് വാച്ച് സീരീസ് ആയി ഈ സീസൺ എന്ന് പറയുന്നത്. വളരെ വലിയൊരു സക്സസ് സ്റ്റോറിയാണ് അത്. അതെ എത്രത്തോളം പെർസീവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ്. ഈ സീസൺ 2 ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ അയാൾ പറയുന്നുണ്ട് ഇത് എനിക്ക് പൈസ ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആണ് ഇത് ചെയ്യുന്നതെന്ന് അയാൾ പറയാം. അല്ല, അവരാ തിങ്കിങ് പോണ രീതിയാണ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ അത് കൊണ്ടുവരാന്നുള്ളത്. അല്ലെ, നമ്മള് ചെറുപ്പത്തിൽ കളിച്ച ഗെയിംസ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു വയലന്റ് ജോണർക്ക് കൊണ്ടുവന്നിട്ട് അവരത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ ഗെയിംസ് അത് കണ്ടാ സിമ്പിൾ ആണ്, ബട്ട് അതിനാ ഒരു ഇമോഷണൽ നമ്മളൊക്കെ കളിച്ചില്ല. നമ്മളല്ലാണ്ട് മണ്ണൻ സ്റ്റാച്ചു അല്ലേ പറഞ്ഞ ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ്. അല്ല, ഈ ഒരു വർഷം പണം ഉണ്ടാക്കാൻ പറ്റിയ ഈ ട്രംപ് വന്നുണ്ടല്ലോ, ട്രംപ് വന്ന ശേഷം നമുക്ക് ഈ എക്കോണമി നന്നായിട്ട് ബൂമാവും. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചുള്ളൂ. അപ്പോൾ 2016 ആ ടൈമിലൊക്കെ US ക്ലയൻറ്റ് ഉണ്ടായിരുന്നെന്ന് അന്നൊക്കെ എനിക്ക് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് എത്രത്തോളം വലുതായിരുന്നു, പൈസ ഒക്കെ തരാൻ ആൾക്കാർ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ കൊറോണയുടെ ബിഗിനിങ്ങിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഓൺലൈൻ ബിസിനസ്സിനൊക്കെ പ്രശ്നം ഉണ്ടാവും, എൻ്റെ ഫീൽഡൊക്കെ ബ്രാൻഡിങ് ഒക്കെ പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ആ ടൈമിലൊക്കെ നല്ല ബൂസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ അല്ലേ ട്രംപ് ഇന്നലെ അനൗൺസ് ചെയ്ത് ട്രംപിൻ്റെ ഒരു മീം കോയിൻ, സൊലാന നെറ്റ്വർക്കിൽ ട്രംപിൻ്റെ ഒരു മീം കോയിൻ ഇന്നലെ അനൗൺസ് ചെയ്തപ്പോൾ 80 ഗ്രോസിക്ക് അത് ട്രേഡ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. അതായത് 18 സെൻറ്റിനാണ് അത് ട്രേഡ് ചെയ്ത് തുടങ്ങിയത്. ട്രംപ് എന്നാ കോയിൻ്റെ പേര്. അപ്പോൾ ആ കോയിൻ എന്നിട്ടില്ലേ ഇന്ന് ഒരു ദിവസം ഒരു 24 മണിക്കൂറോട് 30 ബില്യൺ മാർക്കറ്റ് ക്യാപ്പായി. 15 ബില്യൺ മാർക്കറ്റ് ക്യാപ്പായി. 24 മണിക്കൂർ കൊണ്ട് 15 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ്. ആലോചിച്ചൊക്കെ. അതായത് ഇപ്പോൾ ഞാൻ മേടിച്ചില്ല, ഞാൻ കണ്ടു. 18 സെൻറ്റിന് ആ സാധനം ട്രേഡ് ചെയ്തിട്ട് ഇപ്പോൾ എത്രയാണ് നിൽക്കുന്നത്? $30 ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ. 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ മാറ്റം വന്നതാണ്. അതായത് ഒരു $1 മില്യൺ 18 സെൻറ്റിന്മേ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് $120 മില്യൺ ഒരാൾ വിഡ്രോ ചെയ്തേ വരെ കാണിക്കുന്നുണ്ട്. എന്താ പ്രോഫിറ്റ് ആയിമേ. ഇതെല്ലാം കത്തി കയറി വലിയ പ്രോഫിറ്റ് റിയലൈസ് ചെയ്തതിനു ശേഷം നമ്മളിതൊക്കെ അറിയുള്ളൂ. അങ്ങനത്തെ ഇഷ്ടംമാതിരി മീം കോയിൻസ് നമ്മൾ വർത്ത്ലെസ് ആകും. ഇതിന് 2-3 അങ്ങനെ കയറി പോകും. കയറി പോയതിനു ശേഷം നമ്മളിങ്ങനെ അറിയും. അതേപോലെ നമ്മൾ ഫോളോ ചെയ്യാത്തോളായിരിക്കും. ഇപ്പോൾ ആൾക്കാരുണ്ട് അതിന്റെ പിന്നാലെ നടന്നിട്ട് അങ്ങനെ. ട്രംപിന്റെ കാര്യം പറഞ്ഞപ്പോൾ ട്രംപിനിപ്പോൾ ഈ ബിസിനസിന്റെ പാർട്ടായാലും പിന്നെ ഇപ്പൊ സ്പേസ് ടൂറിസം കാര്യങ്ങളൊക്കെ എലൻ മസ്കിന്റെ ഇത് കണ്ടില്ലേ, പിന്നെ അതന്നെ ഇപ്പൊ ഈ CS 2025 ഉണ്ടല്ലോ, എൻവിഡിയന്റെ CEO ജെൻസൺ ഹുവാങ് ഒരു അവരുടെ എൻവിഡിയന്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു AI എവല്യൂഷന് പുറത്ത് കൂട്ടീന് ചാർട്ട്. അതായത് ആദ്യം ഉള്ളത് പെർസെപ്ഷൻ AI, നമ്മൾ കയ്യിലുള്ള Siri ഇതുപോലത്തെ ഇമേജ് റെക്കഗ്നിഷൻ ഒക്കെ ഉള്ള AI. അതങ്ങനെ ഏറ്റവും ഫൈനൽ സ്റ്റേജ് മുമ്പോട്ട് പറയണത് ഫിസിക്കൽ AI ആണ്. അതാണ് ഒരു പിനക്കിളായിട്ട് ഇവർ പറയുന്നത്. അതായത് AIന്റെ ക്ലാസിഫിക്കേഷൻ പല ആൾക്കാർ പലതുണ്ട്, സ്ട്രോങ് AI വരുന്നു പറയുന്നുണ്ട്. പക്ഷേ എൻവിഡിയന്റെ ഒരു പെർസ്പെക്റ്റീവ് ഉള്ള ഒരു എവല്യൂഷൻ ആണ് പറയുന്നത്. ഏറ്റവും പിനക്കിൽ നിൽക്കുന്നത് ഫിസിക്കൽ AI ആണ്. അതായത് സെൽഫ് ഡ്രൈവിംഗ് കാർസും ഫിസിക്കൽ സിസ്റ്റംസ് വെച്ചിട്ട് ഇതുപോലെ ഈ ബോസ്റ്റൺ ഡൈനാമിക്സിന്റെ ഒരു ഡോഗ് പോലത്തെ ഒരു സാധനം, അതൊക്കെ പുള്ളി തന്നെ പുള്ളിയുടെ സെഷൻ അടിപൊളിയായിരുന്നു. പിന്നെ അരീന മൊത്തം ഫുൾ ആൾക്കാരായിരുന്നു കാണാൻ, വല്ല കൺസേർട്ടിന് വന്ന പോലെ. AJ ലൈക്ക് എന്താ പറയുക, എന്നെ പോലുള്ള ആൾക്കാർ ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടുത്തുന്ന വിഷയം. കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എത്രാം ക്ലാസ്സിലാവുന്നു, 5-ലോ 6-ലോ ആണെന്ന് തോന്നുന്നു. അതായത് റോബോട്ടുകൾ വാഴുന്ന കാലം എന്നോ അങ്ങനെ എന്തോ ഒരു മലയാളത്തിലൊരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തൊക്കെ അന്ന് റോബോട്ടിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിലെ കണ്ടിട്ടുള്ള ലൈറ്റ് കത്തുന്ന പിന്നെ ബൾബ് കത്തുന്ന ഒരു സാധനം, ആ ഒരു ഇതല്ലേ. പക്ഷേ അന്ന് അതിനകത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ടെർമിനേറ്റർ സിനിമയിലൊക്കെ ഉള്ള ആ ഒരു സാധനമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെയാണ് നമ്മൾ ടെർമിനേറ്റർ സിനിമയെ കാണുന്നത്. അപ്പം ഇന്ന് AIയിൽ അത് പ്രാക്ടിക്കലായിട്ട് എത്തി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പഠിച്ച സാധനം അല്ലെങ്കിൽ അത് എത്രത്തോളം റിയാലിറ്റി അല്ല AIയിലോട്ട് എത്താൻ ഇനിയും ഒരുപാട് ടൈം എടുക്കും. അത് എന്നാലും വൺസ് ലൈക്ക് റൂട്ട് മാപ്പ് റൈറ്റ്. അതേപോലെ തന്നെ ഇതില്ലേ
സ്പേസ് എക്സിൻ്റെ സ്പേസ് എക്സിന്റെ ഇപ്പോൾ 7ാമത്തെ ലോഞ്ചാണ്. അത് ഈ സ്പേസ് എക്സിന്റെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ സ്റ്റാർഷിപ്പ്, ആ 2 സ്റ്റേജ് ആയിട്ടാണ് അവർ ലോഞ്ച് ചെയ്യുക. അതായത് ഒരു ബൂസ്റ്റർ ഉണ്ടാകും, ബൂസ്റ്റർ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബൂസ്റ്റർ ഡിറ്റാച്ച് ആക്കും, പിന്നെ അവിടുത്തെ സ്പേസ് ക്രാഫ്റ്റ് ആണ് പിന്നെ ട്രാവൽ ചെയ്യണത്. അപ്പോൾ ഈ ബൂസ്റ്റർ തിരിച്ച് സക്സസ്ഫുൾ ആയിട്ട് ക്യാച്ച് ചെയ്തു. പക്ഷെ ആ സ്പേസ് ക്രാഫ്റ്റ് ഇത് അറ്റ്മോസ്ഫിയർ വിട്ടതിന് ശേഷം കുറച്ച് എക്സ്പ്ലോഷൻസ് നടന്നു. എന്നിട്ട് അതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് എന്നൊക്കെ അങ്ങനെ പിന്നെ അതിന്റെ ഡെബ്രീസും കാര്യങ്ങളൊക്കെ വന്നു. പല ഫ്ലൈറ്റ്സ് അതിന്റെ റൂട്ട് മാറ്റേണ്ടി വന്നു. റെയിൻ ചെയ്യണ മാതിരി ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഡെബ്രി. സെയിം ഡേ തന്നെ അന്നത്തെ ദിവസം തന്നെ ബ്ലൂ ഓറിജിൻ സ്പേസ് എക്സിന്റെ എൽമസ്കിന്റെ സ്പേസ് എക്സിന്റെ കോമ്പറ്റീറ്റർ ആണല്ലോ ബ്ലൂ ഒറിജിൻ. ഓരോതും ഇതേപോലെ ഒരു സെയിം പരിപാടി ചെയ്യുന്നത്. അതായത് റീയൂസബിൾ ആയിട്ട് എങ്ങനെ റോക്കറ്റ്സ് ചെയ്തിട്ട് എങ്ങനെ ഏറ്റവും കോസ്റ്റ് കുറച്ച് സ്പേസ് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ 2000 തുടങ്ങിയിട്ട് 2000 ജെഫ് ബെസോസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴാണ് അവരുടെ ഫസ്റ്റ് ആയിട്ട് ഒരു റോക്കറ്റ് എർത്തിന്റെ മീഡിയം ഓർബിറ്റ് എന്ന് പറയും. അതായത് 2000 മുതൽ 30,000 വരെ റേഞ്ചുള്ള കിലോമീറ്റർ ഇവിടെ നിന്നുള്ള ഒരു ഓർബിറ്റാണ്. ആ ഓർബിറ്റിലേക്ക് ആദ്യമായിട്ട് അവരുടെ റോക്കറ്റ് എത്തുകയാണ്. എന്നിട്ട് അതിൻ്റെ തിരിച്ചു വന്ന ഭാഗം അവർക്ക് ക്യാച്ച് ചെയ്യാൻ പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷേ ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല ഈ സ്പേസ് എക്സ് ചെയ്യുന്ന പോലെ. പക്ഷേ ബേസിക്കലി അവരതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പേസ് എക്സ് പോലെ തന്നെ ഒരു കോമ്പറ്റീറ്റർ. പക്ഷേ എന്താ പറയുക, ബ്ലൂ ഒറിജിനും സ്പേസ് എക്സ് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റാർഷിപ്പിന് കൊണ്ടുപോകാൻ പറ്റുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ 120 ടണ്ണാണ്. അതിന്റെ 1/3 ഇതിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബ്ലൂ ഒറിജിൻ വരുന്നുള്ളൂ. പിന്നെ ബ്ലൂ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പേസ് എക്സ് മാതിരി റീയൂസബിൾ അല്ല. അവരുടെ നമ്മൾ പറഞ്ഞല്ലോ മറ്റേ സ്റ്റാർഷിപ്പിന്റെ സെക്കൻഡ് സ്റ്റേജ് ഉണ്ട് സ്പേസ് ക്രാഫ്റ്റ്, അത് മാർസിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അവിടെ തന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റും, ഒന്നും പറ്റാതെ. പക്ഷേ ബ്ലൂ ഒറിജിനെ ഒറ്റ സ്റ്റേജ് മാത്രം ബ്ലൂ ഒറിജിൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് എക്സ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള നീഷ സ്റ്റേജല്ല അവിടെ ബ്ലൂ ഒറിജിൻ നിൽക്കുന്നത്. ബ്ലൂ ഒറിജിൻ ഇവരുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല, പക്ഷേ എത്താനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർക്കും ഇപ്പോൾ ഈ ബൂസ്റ്റർ എലൻ മസ്ക് ഇപ്പോൾ 2 ആയി ക്യാച്ച് ചെയ്യണേ. ഇവരെ ഫസ്റ്റ് ബൂസ്റ്റർ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, ഫെയിലായി. എലൻ മസ്ക് എത്രയോ വട്ടം ഫെയിലായി, ക്യാച്ച് ആയി. അപ്പോൾ ബ്ലൂ ഒറിജിൻ ആ ഒരു പോയിന്റിലേക്ക് എത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എലൻ മസ്കിന് ഒരു കോമ്പറ്റീറ്റർ രീതിയിൽ ജെഫ് ബെസോസ് വരുന്നുണ്ട്. ഇത് ഇലോൺ മസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഇത് എല്ലാ ഏരിയസിലും മുമ്പിൽ ടച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ബോസ്റ്റൺ ഡൈനാമിക്സ് ആണ് റോബോട്ടിൽ ലീഡ് ചെയ്യുന്നത്, പക്ഷേ ഇലോൺ മസ്ക് ആ ഫീൽഡിലുണ്ട്, ഡ്രൈവിങ്ങിലുണ്ട്, ടെസ്റ്റയിലുണ്ട്, ഒപ്റ്റിമസ് റോബോട്ടിലുണ്ട്, സ്പേസ് എക്സിലുണ്ട്. അപ്പോൾ അതാണ് അന്ന് ആ സമ്മിറ്റിൽ പറഞ്ഞത്. അതായത് ഏറ്റവും പിന്നക്കിൽ നിൽക്കണ ഫിസിക്കൽ AI ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ടെസ്ലയാണ്. എത്രയോ വലിയ മാർജിനില്ല. അതുകൊണ്ട് തന്നെ ടെസ്റ്റിന്റെ സ്റ്റോക്ക് അത്രക്കും ഹോട്ട് ആകും എന്ന് പറയുന്നുണ്ട് ഇനി ഫ്യൂച്ചറിലേക്ക്. അതന്നെ പറഞ്ഞു. നമ്മൾ പ്രണയത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് അവിടെ എത്തി. അല്ല, നമ്മളെ പ്രണയങ്ങളല്ല, നമ്മളെ പ്രണയങ്ങളാണ് ടെക്നോളജി ഉപയോഗങ്ങളൊക്കെ. പുള്ളിക്കാരെ ഇവിടെ എന്തോ ഒരു മേയർ പോളണ്ടിലെ ഒരു കാസ്റ്റിൽ കൊടുക്കുന്നത്. അതായത് പുള്ളിയുടെ യൂറോപ്പ് ഒരു ബേസ് വേണം പുള്ളിക്ക് ഇവിടുത്തെ ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോളണ്ടിലെ ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു മേയർ കാസ്റ്റിൽ പുള്ളിക്ക് വിട്ടുകൊടുക്കാം, ഇവിടെ ബേസ് സെറ്റ് ചെയ്തോളൂ എന്നും പറഞ്ഞ് പുള്ളിക്ക് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ സെറ്റ് ചെയ്യുന്നൊക്കെ പ്ലാൻസ് ഉണ്ട്. ഇന്ത്യനൊക്കെ കുറച്ച് ടൈം എടുക്കും. തുർക്കി ഇപ്പുറത്ത് ശരിയാവും ചിലപ്പം. നെക്സ്റ്റ് തുർക്കി, മെക്സിക്കോ ഇവിടെയൊക്കെ നമ്മളെ പ്രണയങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് എന്റെ പ്രണയം ഇത്ര അവിടുന്ന് ഇവിടെ എത്തി. ഒരു ചോദ്യം ആദ്യമായിട്ട് നമ്മൾ ഫുട്ബോളിലോട്ട് വന്നു പോയതുകൊണ്ട്, യമാല് നമ്പർ 10 ബാർസലോണയുടെ ജേഴ്സി ഡിസേർവ്ഡ് ആണോ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അടുത്ത സീസൺ നമ്പർ 10 ആകുമെന്ന് പറയുന്നുണ്ട്. അല്ല, പുറത്തു വിട്ടു. കൺഫേം ആയില്ലേ? കൺഫേം ആണ്. ലെവൻഡോസ്കി നമ്പർ 10 അല്ല, ഇപ്പോൾ വേറെ ഒരാൾക്കും ലെവൻഡോസ്കി അല്ല. ആ നമ്പർ 10 ആരും എടുത്തിട്ടില്ലല്ലോ, എനിക്കറിയില്ല. അതിന്റെ ഇടയിൽ ഒരാൾ എടുത്തില്ലേ? അൻസു ഫാറ്റി എടുത്തോന്ന് തോന്നുന്നു. അതെ, അല്ല അതിനുശേഷം ഇപ്പോൾ അടുത്ത സീസൺ എനിക്ക് ബേസിക്കലി അവർ ഇപ്പം ഓൾവേസ് ലൈക്ക് ലെജൻഡറി ജേഴ്സി നമ്പറാണ് ഇട്ടത്. അപ്പം ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ലയണൽ മെസ്സി കണക്ക് ഒരു ലെജൻഡ് കളിച്ച ഒരു നമ്പറാണ്. പിന്നെ അത് ആർക്ക് കൊടുത്തു കഴിഞ്ഞാലും അതൊരു ബാധ്യതയാണ്, എപ്പോഴും ഒരു നല്ല റെസ്പോൺസിബിലിറ്റിയാണ്. അൻസു ഫാറ്റിയാണ് നമ്പർ 10. അപ്പോൾ എനിക്കതിനകത്ത് പറയാനുള്ള ഞാനൊരു റയൽ മാഡ്രിഡ് ഫാനാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് അത് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ലെമീൻ യമാൽ നൗ ഹി ഡിസേർവ്സ് ഇറ്റ്. ഈ സീസണിൽ പുള്ളി കളിച്ചൊരു പെർഫോമൻസ് അല്ലെങ്കിൽ വാട്ട് വി ആർ എക്സ്പെക്ടിങ്, അല്ലെങ്കിൽ ഐ എം നോട്ട് എക്സ്പെക്ടിങ്, ഓക്കെ, വാട്ട് ബാസ ഫാൻസ് ആർ എക്സ്പെക്ടിങ് ഫ്രം ഹിം. ഈ ഒരു കൺസിസ്റ്റൻസി പുള്ളി നിലനിർത്തിക്കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ഡിസേർവ്സ് ഇറ്റ്, ബട്ട് ഹി ഹാവ് ടു പ്രൂവ് ഇറ്റ്. അതായത് ഇപ്പോൾ എല്ലാവരും യമാലിനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാവുന്നുണ്ട് ഐ ഹാർട്ട് അർജൻറ്റീന ഫാൻസാണ്, കുറേ ബാഴ്സലോണ ഫാൻസ് ഉള്ള. ഇവരാരും ദേ നെവർ കെയർ അബൌട്ട് റഫീഞ്ഞ. ഇപ്പം കഴിഞ്ഞ റഫീഞ്ഞ ഇസ് എ ബ്രസീലിയൻ ആൻഡ് കഴിഞ്ഞ 2 എൽ ക്ലാസിക്കലും റയൽ മാഡ്രിഡിനെ ത്രാഷ് ചെയ്യാൻ ഏറ്റവും കൂടുതലും ഹെൽപ്പ് ചെയ്ത ഒരു പ്ലെയറാണ് റഫീഞ്ഞ. ദേ ആർ നോട്ട് കെയർ. പുള്ളിക്ക്
ഇനഫ് ഒരു സ്റ്റാറ്റസിൽ പോലും ഞാൻ കണ്ടില്ല. ഞാൻ ഈ പറയുന്ന സോക്കോൾഡ് ഫാൻസിൽ ഒരാളിലും റഫീഞ്ഞയുടെ ഒരു സ്റ്റാറ്റസ് ഞാൻ കണ്ടില്ല. ബട്ട് ദേ ആർ ഇൻ ടു യമാൽ. ഐ ഡോണ്ട് നോ, ലൈക്ക് ഹീസ് യങ്, ഹി ഹാസ് ടാലൻറ്റ്, പ്രൂവ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തൊരു പ്ലെയറാണ് അൻസു ഫാറ്റി. അൻസു ഫാറ്റി ലോണിൽ ബ്രൈറ്റണിൽ പോയപ്പോഴത്തേക്ക്, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചു, അൻസു ഫാറ്റി ബ്രൈറ്റണിലേക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു വൈ. പക്ഷേ ആസ് എ റയൽ മാഡ്രിഡ് ഫാൻ ഞാൻ ഹാപ്പി ആയിരുന്നു. കാര്യം ഇതേ കണക്ക് അവർ പൊക്കിക്കൊണ്ട് നടന്നതാണ് അൻസു ഫാറ്റിനെ. നോ ബഡി ബിഗിനിങ്ങിൽ അൻസു ഫാറ്റിൻ്റെ ഇമ്പാക്ട് യമാലിന് യൂറോ കപ്പ് കിട്ടി. യൂറോ കപ്പിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. യൂറോ കപ്പിൽ ഹി പ്രൂവ്ഡ് ഇറ്റ്. അൻസു ഫാറ്റിക്ക് അൺഫോർച്യുനേറ്റ്ലി അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താ പറയുക അവിടെ വന്നില്ല. മേ ബി ദാറ്റ്സ് ദ റീസൺ. സോ അതേ കണക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വേസ്റ്റ്. അഥവാ ഹി ഈസ് പ്രൂവിങ് ഇൻ കമ്മിങ് സീസൺസ്. ഓഫ് കോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടിപൊളി ടാലന്റ് ആണ് യമാൽ. അസൂയ തോന്നിക്കുന്നത്. പക്ഷേ ഇതെന്താ പറയുക, ഈ പ്രായത്തിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ സൈക്കോളജിക്കൽ എല്ലാം സ്ക്വാഡിയുടെ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അത് എല്ലാവർക്കും പറ്റിക്കോളന്നില്ല. കാരണം ഇതേപോലെ ഒരു വണ്ടക്കീടായിട്ട് നമ്മൾ കരുതിയതിന് മാർട്ടിൻ ഓഡഗാർഡ് നോർവേത്തെ തന്നെയല്ലേ. പക്ഷേ ആ ടൈമിൽ 16 വയസ്സിൽ ലമീൻ യമാലിന്റെ അതേ 17 വയസ്സിലെത്തിയാണ് നാഷണൽ ടീമിൽ കളിച്ചിരുന്നത്. നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തൊരു പ്ലെയർ ആയിരുന്നു. പക്ഷെ ആ ലെവലിലേക്ക് എത്താൻ പറ്റില്ല. റിയൽ മാഡ്രിഡ്ക്ക് ലോണിൽ പോയിരുന്ന്, പക്ഷെ കാര്യമായിട്ടൊന്നും കാരണം അത്രയും പ്രഷർ ചെയ്യുന്നത് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഒടികാട് അതിനുശേഷം അന്ന് നമ്മൾ എന്തെന്നാണ് കളിക്കുന്നത് ആ ഒരു ഇത് തോന്നലിന് ശേഷം പുള്ളി അടുത്ത സീസണിൽ ആഴ്സണലിന് വേണ്ടി പെർഫോം ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് ഇവനെ എന്തിനാണ് ലൈക്ക് ഇവനെ നിലനിർത്തിക്കൂടായിരുന്നോ എന്ന് തോന്നുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ പ്ലെയേഴ്സ് ഒരുപാട്. ഇപ്പോൾ തുർക്കിഷ് പ്ലെയർ ആർദ്ര ഗുളർ ലൈക്ക് കഴിഞ്ഞ ഞാൻ അതാ ചോദിക്കുന്നത്. എൻട്രിക്കിനും ആർദ ഗുളറിനൊക്കെ ചാൻസസ് ഇനിയും കൊടുക്കണം കേട്ടോ ചേട്ടാ. അല്ല അത് അപ്പോൾ അവരെന്തെങ്കിലും സ്റ്റോറി ഇടണം അങ്ങനെ മാത്രമല്ല. ബിക്കോസ് ലൈക്ക് ആസ് ഇത് ഒരു മാഡ്രിഡ് ഫാൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും പറയുന്നതല്ല. മാഡ്രിഡ് ക്ലബ്ബ് എപ്പോഴും അവരുടെ റിസോഴ്സസ് ഒരു പരിധി കഴിഞ്ഞിട്ടേ അവർ അഴിച്ചു വിടാറുള്ളൂ. ഇപ്പം ചൗമനി ആയാലും കമവിങ്ക ആയാലും എനിക്ക് എപ്പോഴും ആ ഒരു സമയത്ത് തോന്നിയിട്ടുണ്ട് ഫുൾ ടൈം കളിപ്പിച്ചൂടെ. ബട്ട് ഇവർ വെൽ റീപ്ലേസ്ഡ് എന്നൊരു വേർഡുണ്ട്. അതായത് നമ്മൾ ഒരാളെ ഇമ്മീഡിയറ്റ് റീപ്ലേസ് ചെയ്യാമല്ലോ. ഇറ്റ് ഷുഡ് ബി വെൽ റീപ്ലേസ്ഡ്. അതായത് ഒരാളെ പെർഫെക്റ്റ്ലി റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ടോണി ക്രൂസിൻ്റെയോ മോഡ്രിച്ചിൻ്റെയോ പ്ലേസിലേക്ക് രണ്ടുപേരും ടാലൻസ് ആണ്. നമുക്ക് ഒരിക്കലും അത് വേൾഡിലെ ടു ഓഫ് ദ ലെജൻഡറി ടാലൻസ് ആണ്. ഇവരെ രണ്ടുപേരുടെയും സ്പേസിലേക്കാണ് അധികവും കമവിങ്കയും ചൗമനിയും വന്നുകൊണ്ടിരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട്. സോ ദാറ്റ് ഈസ് ലൈക്ക് ഓക്കെ കറക്റ്റ് ദേ ആർ പുട്ടിങ്. അവർ കറക്റ്റായിട്ടാണ് അവർ ആ ജനറേഷൻ നെക്സ്റ്റ് ജനറേഷൻ ആ പ്ലേസിലേക്ക് റീപ്ലേസ് ചെയ്ത് വിടുന്നത്. പക്ഷേ ഇമ്മീഡിയറ്റ് റീപ്ലേസ്മെൻ്റ് അല്ലേ. ഇപ്പം ബെൻസിമ ഉള്ള സമയത്ത് ബെൻസിമയുടെ കൂടെ കളിച്ച് തന്നെയാണ് വിനീഷ്യസ്. അപ്പോൾ നമ്മൾ അന്നൊക്കെ തോന്നുമായിരുന്നു ഈ ചിലർ ചോദിക്കും എന്തുകൊണ്ട് വിനീഷ്യസിന് ഫുൾ ടൈം ചാൻസ് കൊടുക്കുന്നില്ല, വിനീഷ്യസിന് ഫുൾ ടൈം കളിപ്പിച്ചൂടെ. ദർ ഈസ് ബെൻസിമ, എക്സ്പീരിയൻസ് ക്യാമ്പയിനർ ഉണ്ട്. പുള്ളി സബ് ഔട്ട് ചെയ്തിട്ട് വിനീഷ്യസിനെ കയറ്റുമ്പോൾ ഹി ഹാസ് ടു പ്രൂവ് ദാറ്റ് വിത്തിൻ ദാറ്റ് ടൈം ഹി ഹാസ് ടു പ്രൂവ്. സോ അതേ കണക്ക് ഇപ്പോൾ എൻട്രിക് ആയാലും ആർദ്ര ഗുളർ ആയാലും ദേ ഹാവ് ടു പ്രൂവ് ഇവരെക്കാട്ടിലും വെർത്താണ് അല്ലെങ്കിൽ ഇവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റണം എന്ന് തോന്നുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് ഇതർ കിക്കിങ് ഔട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് കൂടുതൽ പ്ലേ ടൈം കിട്ടുക. ആൻഡ് ഓഫ് കോഴ്സ് ദേർ ആർ ഒരുപാട് ചാമ്പ്യൻഷിപ്സ് ഉണ്ട്. ഭയങ്കര ബേർഡൻ ആണല്ലോ യൂറോപ്യൻ പ്ലേയേഴ്സിന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഗെയിം ടൈമാണ്. ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ലാ ലീഗ്, പിന്നെ ചാമ്പ്യൻസ് ലീഗ്, കോപ്പ ഡെൽ റേ, ഇങ്ങനെ ഒരുപാട് മാച്ചസാണ്. ഈ മാച്ചസ് എല്ലാം വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് പ്ലേയേഴ്സിന് ഇനഫ് പ്ലേയിങ് ടൈം കിട്ടും. അപ്പം എന്തൊക്കെയും ദേ വിൽ ഗെറ്റ് എ ചാൻസ്. അതുപോലെയാണ് ഇപ്പോൾ ബാസ പ്ലേയേഴ്സിലായാലും ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. യമാൽ മാത്രമൊന്നുമല്ല, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അല്ല യമാലിൻ്റെ കാര്യം അറിയില്ലായിരുന്നു. അതാ യൂറോ കപ്പ് നടക്കുന്ന ടൈമിൽ സ്കൂളിൻ്റെ എക്സാം അടുത്ത ദിവസം അതുവരെ അറ്റൻഡ് ചെയ്തിട്ടാണ്. അതായത് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ. പയ്യനാണല്ലോ 16 വയസ്സുള്ള 17 വയസ്സായിരുന്നല്ലോ ആ ടൈമിൽ. നല്ല ക്വാളിറ്റിയുള്ള ചെക്കനാണെന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഡോണ്ട് നോ ലൈക്ക് അല്ല അത്രയും വലിയ ആ പ്രായത്തിലൊക്കെ അത്രയും വലിയ പ്രഷറൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ആ ലെവൽ മെച്യൂരിറ്റി ഉണ്ട് ആൾക്ക്. അതെ നമ്മളൊക്കെ 16 വയസ്സിൽ പ്രണയത്തിനകത്തെ ഒരു കാര്യം ചോദിച്ചു. ബാക്ക് ടു ആ ടോപ്പിക് നമുക്ക് അതിൽ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ആഫ്റ്റർ മാരേജ് ലവ് അടിപൊളിയോ? അറേഞ്ച് വൈഫായിട്ട് മേലെ പോവാണ്. അറേഞ്ച് മാരേജ് ആണ് ഏറ്റവും ബെറ്റർ. എക്സ്ട്രാ മാരേജ് അഫെയർ എന്ന് പറയുന്ന സാധനം പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഭയങ്കര ഏറ്റവും ഭയങ്കര വൃത്തിയായിട്ട രീതിയിലൊക്കെ ആണെന്ന് ചിലർക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ്. അപ്പം ലൈക്ക് ഹൗ ഡു യു സീ ദാറ്റ്? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ട് ആരോ പറഞ്ഞു അതൊക്കെ ഒരു കണക്ഷൻ കിട്ടലാണ്. അതെ കിട്ടലുണ്ട്. ആ കണക്ഷൻ കിട്ടിയ പിന്നെ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. ലൈക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും കുറ്റങ്ങൾ നമ്മളത് കാണൂല. പുറത്തുനിന്നൊരാൾ കാണുമായിരിക്കും. പക്ഷെ നമ്മളത് ബേസിക്കലി ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കുറവും നമ്മളെ കണ്ണുകൊണ്ടോ അതുകൊണ്ടോ നമ്മൾ കാണൂല, കേൾക്കൂല. അതാണ് ബേസിക്കലി.
അതെ. പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ലൈക്ക് വി നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ഔട്ട്, റൈറ്റ്? ലൈക്ക് പ്രണയം എക്സ്പ്രസ് ചെയ്യണം. വി ഷുഡ് എക്സ്പ്രസ്. ആഫ്റ്റർ മാരേജ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺസ് ഒരു സാച്ചുറേഷൻ ലെവലെത്തും. എന്നും കാണുന്ന ആളല്ലേ, എന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് കുട്ടിയൊക്കെ ആയതിനു ശേഷം പിന്നെ അവിടെ പ്രണയം എന്ന് പറയുന്നൊരു സാധനം ഇല്ലാതെ വേറൊരു ലെവലാവും. കുട്ടീനെ നോക്കുന്ന കാര്യം മാത്രമാണ്. ഇതിനിടയ്ക്ക് പ്രേമിക്കാൻ സമയം കണ്ടെത്തണം എന്നുള്ളൊരു കൊടുക്കാനുള്ളത് അഡ്വൈസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഐ തിങ്ക് ഐ ആം. ബട്ട് എല്ലാ ജനറേഷനിലും ഈ നമ്മുടെ മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമയിൽ പറയുന്നതൊക്കെ കല്യാണത്തിന് ശേഷം പ്രേമിക്കാമല്ലോ എന്ന് പറയുന്നത് പോലെ പ്രണയം എല്ലാ കാലത്തും ഉള്ള സാധനമാണ്. അപ്പോൾ അതാണ് എല്ലാവരോടും പറയുള്ളത്, പ്രണയം എല്ലാ കാലത്തും ഉണ്ട്. അതെ അതിലങ്ങോട്ട് ജീവിക്കുക. ജീവിക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഇപ്പോൾ തംബ്നെയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആളെ പേര് എഴുതിയാൽ മതി ഇനി ഈ വരുന്ന ഗസ്റ്റിൻ്റെ. എന്നാൽ ആൾക്കാർ മറ്റെന്താ പറയുക, ആൾക്കാർ പ്രണയം എന്നൊക്കെ എഴുതുമ്പോൾ ഇതിന് പേര് ഹരിഗോപനാണോ? അങ്ങനെ എന്തെങ്കിലും എഴുതാ. മറ്റെന്താ പറയുക, ആൾക്കാർ കുറേ എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ പ്രണയം ടെക്നോളജി എല്ലാം പറഞ്ഞപ്പോൾ അതിൽ അപ്പം ഇത് ഞങ്ങൾ ടോപ്പിക് ഡീവിയേഷൻ വന്നതല്ല. അതല്ല, എന്നാലും കാണുന്ന ആൾക്കാരെ പറയട്ടെ, ഗസ്റ്റിന്റെ പേര് കൊടുക്കണോ അതോ ടീമിന്റെ പേര് കൊടുക്കണോ? നമ്മൾ ഡിസ്കസ് ചെയ്യണ ടീമിന്റെ പേര് കൊടുക്കണോ ഗസ്റ്റിന്റെ പേര് കൊടുക്കണോ? അതാണ് നല്ലത്. കമന്റ് ഇട്ട് വേറെ എന്തെങ്കിലും ഓഡിയൻസിന്റെ അടുത്ത് പറയാണ്ടോ? ഞാനൊരു കാര്യം കേട്ടെ, നമ്മൾ ബോച്ചയ്ക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സപ്പോർട്ട് നിങ്ങളതിനെ അംഗീകരിക്കുന്നുണ്ട്? ഞാൻ വളരെ മോശം. നമ്മൾ റീൽ ഇട്ടിരുന്നു ബോച്ചേനെ പറ്റിയിട്ട്. ആ റീലിന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ ബോച്ച സപ്പോർട്ടേഴ്സ് ആണ്. ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബോച്ചയ്ക്ക് എതിരെ എടുക്കുന്നുള്ളതാണ് എൻ്റെ ഒരു ടൈപ്പ് ഓഫ് എനിക്ക് കിട്ടിയെന്നൊരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയൊരു വൈബ്. പക്ഷേ ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് ഓൾ ബോച്ച സപ്പോർട്ടേഴ്സ്. പിന്നെ ദുറൈമിൻ്റെ ആ കാര്യത്തിൽ ബോച്ച ഇടപെട്ട ശേഷം ബോച്ച അന്ന് വീഡിയോസ് ഇങ്ങനെ ഓരോ കോമഡിത്തരം കാട്ടിക്കാണ്ട് ചെയ്തിരുന്നു. അന്ന് ഞാൻ കുറച്ച് കമൻറ്റ് കണ്ടിരുന്നു യുവാക്കളിട്ട്, നിങ്ങൾ ആളെ സഹായിച്ചില്ല, ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോ കുഴപ്പമില്ല. അതിൻ്റെ ശേഷം എനിക്ക് മനസ്സിലായി ബോച്ചൻ എന്ത് ഇവിടെ ചെയ്താലും ആൾക്കാരെ അങ്ങനെ മാർക്കറ്റിങ്ങിൻ്റെ പൈസ കൊടുത്തിട്ട് മാത്രമല്ല, ഇതിനകത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി ഭയങ്കരമായിട്ട് കംപ്ലീറ്റ്ലി ഇൻറ്റു ടെക്നോളജിയാണ്. നമ്മൾ തന്നെ ഇന്ന് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഞാനായാലും റീൽസ് അല്ലെങ്കിൽ റെഡിറ്റ്, ഫേസ്ബുക്ക് എന്നുള്ള സാധനങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇതിനകത്ത് വ്യക്തമാണ്, അതായത് ഒരാളെ സെലിബ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിലത്തെടുത്തിടാനും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയാണ് ഏറ്റവും ബെസ്റ്റ് ടൂൾ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ബോച്ചെ. ആൻഡ് ബോച്ചെ ഇന്നും ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രശ്നമാണ്. ഇതിനകത്ത് ചിലർ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് മല്ലൂസിൻ്റെ ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചയ്ക്കെതിരെ ഇന്ന് കുറേ റീൽസ് വരുന്നുണ്ട്. അത് അഭിവാജ്യമാണ്, അത് വേണ്ട സാധനമാണ്. പക്ഷേ ഇതേ ഞാൻ കണ്ടിട്ടുള്ളൊരു എഡിറ്റർ, ഇവനാണ് ഇവളാന്ന് പറഞ്ഞിട്ട് ആ പേജിൻ്റെ ഓണർ, ഹി ഓർ ഷീ ഓർ വാട്ട് എവർ ഹി അഡ്രസ്സസ്, ആ പേജിൽ ബോച്ച ഒരു കുട്ടീൻ്റെ അടുത്ത് ഖത്തർ വേൾഡ് കപ്പിന് കാണാൻ പോകുന്ന ഒരു ഇതുണ്ട്. ഒരു കുട്ടീനെ പുറയിലിരുത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഖത്തർ വേൾഡ് കപ്പ് കാണാൻ പോവുക, തിരിച്ച് വരുമ്പോൾ ഞങ്ങളൊരു കപ്പുമായിട്ട് വരും. ഡബിൾ മീനിങ്ങിൽ ഇല്ലേ, നമ്മളൊരു കപ്പുമായിട്ട് വരുമെന്ന് ആ പെൺകുട്ടി എടുത്ത് പറയുന്നുണ്ട്. ഇത് മാസ് BGM കയറ്റി റീലിട്ടവനാണ് ഇന്ന് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്ത് ഇത്, അതായത് അതിനെ അത്രയും സെലിബ്രേറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ബോച്ച യൂസ് ചെയ്ത് അതിൻ്റെ ഡബിൾ മീനിങ്ങിനും തഗ് ലൈഫ് കണ്ണട വെച്ചിട്ട് മ്യൂസിക് ഇട്ട് BGM കയറ്റി സെലിബ്രേറ്റ് ചെയ്ത പല യൂട്യൂബ് പേജുകളും ഇന്ന് അതെന്താണെന്നറിയോ, ബേസിക്കലി ഇപ്പോൾ ഈ പേജിന്റെ പിന്നിലോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടത് കണ്ടന്റ് ആണ്. അവരുടെ കണ്ടന്റ് റീച്ച് ആവണം ബേസിക്കലി. അപ്പോൾ അവരതിൽ ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് എല്ലാവരും പറയുന്നില്ല, പക്ഷെ ചില ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ പേജുകൾ ബോച്ച് അങ്ങനെ കണ്ടന്റ് ചെയ്യുമ്പോൾ അന്ന് അതാണ് എല്ലാവർക്കും വേണ്ടിയിരുന്നത്, അത് കൊടുക്കും. ഇന്ന് ഇതാണ് എല്ലാവർക്കും വേണ്ടത്, ഇത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ബോച്ചയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു ഇങ്ങനൊരു ടൈം വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അയാളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയ കുറെ ആൾക്കാരെ അയാൾ ഉണ്ടാക്കി വെച്ചു. അത് അയാളുടെ മാർക്കറ്റിങ്ങിന്റെ ഇതിലുണ്ട്. പൈസ കൊടുത്ത് വന്നതല്ലേ. ഫിജി കാർട്ടിലൊരു മെമ്പറായിട്ടുള്ള ഒരു പുള്ളിക്കാരി എനിക്കറിയാം. എൻ്റെ വൈഫിൻ്റെ വീടിനടുത്തുള്ള നാട്ടുകാരായിട്ടുള്ള ഒരു പുള്ളിക്കാരിയുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഫിജി കാർഡിനെ പറ്റി കേൾക്കുന്നത്. ഫിജി കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ മണി ചെയിനുകളൊക്കെ അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ്. അപ്പം സ്വാഭാവികമായിട്ട് പുള്ളി കണക്ക് ഓരോ പ്രോഡക്റ്റുകളൊക്കെ ഉടായ്പകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളി തേയില ഇറക്കിയിട്ടുണ്ട്. ഈ മേപ്പാടിയിൽ പുള്ളി ഒരു പരിപാടിയൊക്കെ നടത്തിയായിരുന്നല്ലോ. ഈ തേയിലൊക്കെ ഇറക്കുന്ന ടൈം എപ്പോഴാണ് നോക്കണം. പുള്ളിക്കാരൻ്റെ ആ ബോബി ചെമ്മണ്ണിൽ നിന്നുള്ള പേര് അതിൽ നിൽക്കുമ്പോഴാണ് ആ അബ്ദുറഹീമിൻ്റെ പ്രശ്നത്തിൽ. ആ ടൈമിലാണ് ഈ ചായ ലോഞ്ച് ചെയ്തത്. അയാൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ ചെയ്യണം മാർക്കറ്റിംഗ്.
അയാളെ വെബ്സൈറ്റ് ഞാൻ അയാളെ ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു എന്താ അയാളെ വെബ്സൈറ്റ് ഒക്കെ എങ്ങനെ, അതാണ് അയാളെ ബുദ്ധി. ആ ചായപ്പൊടിയുടെ കവർ കാണണം. അതെ, അയാൾക്ക് അതാ ഇഷ്ടം. അപ്പോൾ അയാൾ പറഞ്ഞ് അയാളെടുത്ത് ഇത് ചോദിച്ചൊക്കെ എൻ്റെ കൂട്ടുകാരൻ പോയി ചോദിച്ചു, അവനറിയാളെ. അപ്പോൾ അയാൾ ഓനെ ഇരുത്തിയിട്ട് പറഞ്ഞു ഇജ്ജ് 14,000 കോടി ഒറ്റയടിക്ക് കണ്ടിക്കണെന്ന് വെച്ചു. ഇല്ല ഞാൻ കണ്ടിക്കണം, എന്നാൽ ഇജ്ജ് പറയണേ കേൾക്ക്. അങ്ങനെയാണ് പറഞ്ഞത്രേ. 14,000 കോടി ഒറ്റയടിക്ക് കണ്ടിക്കണം എന്നാ ഞാൻ പലരും പറയണേ കേൾക്ക്. അതിലും ഒന്നും പറയാനില്ല, അയാളെന്തിനെ കണ്ടു. ചോദിക്കുക സാറേ എനിക്ക് 14 കോടി, എനിക്കൊരു 14 ലക്ഷം തരാമോ? സാറ് പറയുന്ന പണി ഞാൻ സാറിൻ്റെ എഡിറ്ററായിട്ട് ഞാൻ ഇരുന്നോളാം തരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. പുള്ളി ഇങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോയും വെച്ചിട്ട് ഒരു ചായപ്പൊടി കവർ ആർക്കും ഉണ്ട്, ചുമ്മാ പെയിന്റിൽ ചെയ്യാൻ ഒരു സാധനം. ഓക്കെ, എന്നാ അപ്പോൾ ഗൈസ് പ്രണയത്തിന്റെ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എല്ലാവരും പ്രണയിക്കുക, പിന്നെ അതെ, ഒരാളെ മനസ്സ് തകർത്തിട്ടോ അല്ലെങ്കിൽ ഒരാളെ ചതിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ പിന്നെ എന്താ ഇപ്പോൾ പറയുക ഒരു ജീവൻ പോകുന്ന ആ മരണക്കളിയിലേക്കൊന്നും എത്താതെ അങ്ങനെ രീതിയിൽ ആക്കരുത് ഒരാളെ ലൈഫ്. അതുള്ളൂ പറയാനുള്ളത്. പിന്നെ നിറം കണ്ടിട്ടൊന്നും നിങ്ങൾ പിന്നെ പ്രണയിക്കാൻ നിൽക്കരുത്. എല്ലാ നിറങ്ങളും നല്ലതാണ്, കറുപ്പാവട്ടെ വെളുപ്പാവട്ടെ എല്ലാം ഉള്ളിലാണുള്ളത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു അയ്യേട്ടാ, താങ്ക്സ്. എനിക്കെന്തിനാണ് താങ്ക്സ്, ഞാൻ നിങ്ങളൊരാളല്ലേ.